ബിഖിലാസ്, ഇത് പ്രത്യേകമാണ്, സ്പെഷ്യലാണ്, ആർക്ക് മാത്രമുള്ളതാണ്. ഇത് വേറൊരാൾക്ക് ഞാൻ കൊടുക്കൂല, ഇത് വേറൊരാൾക്ക് ഞാൻ കൊടുക്കൂല. അതാണ് ഇബാദത്ത്. സുജൂദിൽ ആൾ കിടന്നിട്ട് കാര്യമില്ല, റുക്കൂയിൽ കിടന്നിട്ട് കാര്യമില്ല, തവാഫ് ചെയ്തിട്ട് കാര്യമില്ല, മിനയിൽ പോയി താമസിച്ചിട്ട് കാര്യമില്ല, അറഫയിൽ നിന്നിട്ട് കാര്യമില്ല, മുസ്ദലിഫയിൽ ഉറങ്ങിയിട്ട് കാര്യമില്ല. എന്തില്ലാതെ? ഇഖ്ലാസ് ഇല്ലാതെ. അതാണല്ലോ പിശാച് പോലും പുറത്താക്കപ്പെട്ട സന്ദർഭത്തിൽ ആദം അലൈഹിസ്സലാം സർവ്വപ്രതാപത്തോട് നിൽക്കുന്ന ഘട്ടത്തിൽ അപമാനിതനായി ഇറങ്ങിപ്പോകുമ്പോ അവൻ വിരൽ ചൂണ്ടി പറഞ്ഞൊരു വാചകമുണ്ട്, ഇവന്റെ മക്കളെ മുഴുവനും ഞാൻ എതിർക്കും. നീ ഇപ്പൊ മനുഷ്യന്മാരെ ഉണ്ടാക്കുമ്പോഴാണല്ലോ പറഞ്ഞ്, ഇവരെ മുഴുവനും ഞാൻ പിഴപ്പിക്കും. ഇല്ല ഇബാദിക്കൽ സ്വാലിഹീന്നാണോ, സ്വാലിഹീങ്ങളായ ആളുകളെ ആണോ? നിസ്കരിക്കുന്നവരെ ഞാൻ പിഴപ്പിക്കൂല എന്ന് പറഞ്ഞോ? ഹാജിയാരെ ഞാൻ പിഴപ്പിക്കൂല എന്ന് പറഞ്ഞോ? മുലിയാരെ ഞാൻ പിഴപ്പിക്കൂല എന്ന് പറഞ്ഞോ? മൗലവിയെ ഞാൻ പിഴപ്പിക്കൂല എന്ന് പറഞ്ഞോ? ഇല്ല ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. ഇഖ്ലാസ് ഉള്ളവനെ എനിക്ക് നോക്കാൻ കഴിയില്ല. ഇഖ്ലാസ് ഇല്ലാത്ത മുഴുവനെയും ഞാൻ പിഴപ്പിക്കും. അപ്പൊ പിശാച് വരെ പറഞ്ഞ ഒരു വാചകമാണ്, ഇല്ല ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. ഇഖ്ലാസ് ഇല്ലാത്ത മുഴുവൻ ആളുകളെയും ഞാൻ പിഴപ്പിക്കും. ഇഖ്ലാസ് ഇല്ലാതെ ഒരുത്തൻ രക്ഷപ്പെടില്ല. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി ഫാസീന ബിറദല്ലാഹ് മാ ബഅദ്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ മഹത്തായ പരിശുദ്ധമായ മക്കയുടെ മണ്ണിൽ നിന്ന് കാണാൻ, നിങ്ങളോട് സംസാരിക്കാൻ തൗഫീഖ് തന്ന അല്ലാഹുവിന്റെ സ്തുതി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ തൗഫീഖിലാൽ. നിങ്ങളോട് മുമ്പ് കാണുമ്പോൾ ഇവിടെ വെച്ച് കാണുമെന്നുള്ള ഒരു പ്രതീക്ഷയും അന്നുണ്ടായിരുന്നില്ല. ചെറിയ സൂചനകൾ മാത്രമാണ്. ഞാൻ ഔദ്യോഗികമായിട്ടൊരു ഉറപ്പിക്കലും അന്ന് നടന്നിരുന്നില്ല. അൽഹംദുലില്ലാഹ് അതിനുശേഷം അല്ലാഹു കാര്യങ്ങൾ എളുപ്പമാക്കി. നിങ്ങളിവിടെ എത്തുമ്പോൾ തന്നെ നിങ്ങളുടെ കൂടെ എത്താനുള്ള തൗഫീഖ് അല്ലാഹു തന്നു. അൽഹംദുലില്ലാഹ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മലിക് സൽമാൻ അബ്ദുൽ അസീസ് അദ്ദേഹത്തിന്റെ ഗസ്റ്റായിട്ടാണ് ഇവിടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം മാലിക്കുൽ മുലൂക്കിന്റെ ഗസ്റ്റാകാൻ പണിയെടുക്കുന്ന ആൾക്കാർ, രാജാതിരാജന്റെ രാജാക്കന്മാരുടെയും രാജാവായിട്ട് അതിഥിയായി സ്വീകരിക്കപ്പെടണം എന്ന വലിയ ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ആ രൂപത്തിൽ അവന്റെ അതിഥികളായി നമ്മെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ സലാമോലയെ പോലൊരു ആട്ടിടയുടെ കീഴിൽ ഞങ്ങൾ വഴുതിച്ചു പോകില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വഴുതിച്ചു പോകില്ല, മനസ്സിലായില്ല? അപ്പോ കേൾക്കുന്നുണ്ടോ? കേൾക്കാവോ? കുറവാണോ? ആയിക്കോട്ടെ. കേൾക്കുന്നില്ല അവിടെ? അപ്പൊ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ മഹത്തായ ഫضല് കൊണ്ട് ഈ രൂപത്തിൽ ഇവിടെ എത്താൻ കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന്റെ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൗഹീദിൽ കുറച്ചു നിന്ന് മുഖ്ലിസീങ്ങളായി പരിശുദ്ധമായ ഈ ഹജ്ജ് നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അവസരം തന്നു. റബ്ബ് ഇത് പൂർണ്ണമായി അവൻ സ്വീകരിക്കുന്ന മഖ്ബൂലായ മബ്റൂറായ ഹജ്ജായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. നാമകമായി പറഞ്ഞു. ഹജ്ജ് ചെയ്യുമ്പോൾ അല്ലാഹു നമുക്ക് തന്നൊരു വാഗ്ദാനം, നമ്മുടെ ഹജ്ജ് സ്വീകാര്യമായ ഹജ്ജാണെങ്കിൽ അല്ലാഹു നമുക്ക് തന്നൊരു ഓഫർ ഉണ്ട്. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ എങ്ങനെ തിരിച്ചുവിടാം എന്നാണല്ലോ പറഞ്ഞത്. ഉമ്മ പ്രസവിച്ച ഒരു കുഞ്ഞിനെ പോലെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മളൊക്കെ നേരെ കുഞ്ഞായിട്ട് ഒരു തോടത്ത് കിടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്ന രൂപത്തിൽ ഒരു തൊട്ടിലേക്കായി പറഞ്ഞുവിടുന്നാണോ അതിന്റെ അർത്ഥം? അല്ലല്ലോ. അപ്പൊ ഒരു കുഞ്ഞിനെ പോലെ എന്ന് പറഞ്ഞപ്പോ അള്ളാഹു ഒരു കുഞ്ഞിനെ പോലെയാക്കും എന്ന് പറഞ്ഞ എന്തിനെയാണ്? മനസ്സിനെ ശുദ്ധീകരിക്കും. നമ്മുടെ കൽബിനെ, ഹൃദയത്തെ അള്ളാഹു സംസ്കരിക്കുന്നതാണ്. അപ്പം ഒരു കുഞ്ഞിന്റെ കൽബിന്റെ പരിശുദ്ധി അള്ളാഹു നമുക്ക് തരും. ഐഹിക ലോകത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ വിജയവും അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാചകം, ഇന്ന ഫിൽ ജസദി മുദ്അ
ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. തീർച്ചയായും മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു. അത് ദുഷിച്ചാൽ മൊത്തത്തിൽ ദുഷിച്ചു പോയി. അലാ വഹിയൽ ഖൽബ്. അത് ഹൃദയമാണ്. അപ്പൊ ഖൽബ് അത് സംസ്കരിക്കപ്പെടുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ മുന്നിൽ വിജയിക്കുക എന്നതിന്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗസ്റ്റായി സ്വീകരിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞല്ലോ. രാജാതിരാജന്റെ ഗസ്റ്റായി അള്ളാഹു സ്വീകരിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹു ഖുർആനിൽ പറഞ്ഞൊരു വാചകം, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സമ്പത്തോ സന്താനമോ ഉപകരിക്കാത്തൊരു ദിവസം നിങ്ങൾക്ക് വരാൻ. അള്ളാഹുവിന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ദിവസത്തിൽ ഒരു മനുഷ്യന്റെയും സമ്പത്തോ സന്താനമോ ഉപകരിക്കാത്ത ഒരു ദിവസം. അള്ളാഹുവിന്റെ മുന്നിൽ അങ്ങനെ ഹാജരാക്കപ്പെടുന്ന ഒരു വാദവും അള്ളാഹുവിന്റെ മുന്നിൽ ഉന്നയിച്ചിട്ട് രക്ഷപ്പെട്ടു പോകാൻ കഴിയാത്ത യൗമ തുബ്ല സറായിർ, രഹസ്യങ്ങളെ മുഴുവനും പരസ്യമാക്കുന്ന ദിവസം. ആ ദിവസത്തിലെത്തുമ്പോ അവിടെ ഒരാൾക്ക് മാത്രമേ വിജയിക്കാൻ കഴിയൂ. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബി സലീം. സലീമായ രക്ഷപ്പെട്ട ഖൽബുമായി അള്ളാഹുവിനെ കട്ടുമുട്ടുന്നവനല്ലാതെ രക്ഷയില്ല എന്ന് അള്ളാഹു പറഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട, പ്രവാചകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട, തന്റെ കരളിന്റെ കട്ടമെന്ന് പറഞ്ഞ മഹദി ഫാത്തിമ അൽ ബത്തൂൽ, ഫാത്തിമത്തുൽ ബത്തൂൽ അല്ലെങ്കിൽ ഫാത്തിമത്തുൽ സഹ്റ എന്ന് പറയാവുന്ന മഹദി ഫാത്തിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ എത്രത്തോളം ഇഷ്ടമായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അറബികൾ അവരുടെ പേരിന്റെ കൂടെ കുഞ്ഞ് സ്വീകരിക്കാറുണ്ട്. നമ്മുടെ നേതാവിന്റെ പേര് എന്താണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ കുഞ്ഞ് എന്താണ്? കുഞ്ഞ എന്ന് പറയും അബുൽ ഖാസിം. റസൂലുള്ളാഹിന്റെ കുഞ്ഞിയാണ് അബുൽ ഖാസിം. അബുൽ ഖാസിം. മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ കുഞ്ഞ് എന്താണ്? അബു ഹബ്സ്. എന്താണ്? അബു ഹബ്സ്. അവർക്ക് ജനിക്കുന്ന ആദ്യത്തെ കുട്ടിയുടെ പേരിൽ ചേർത്തിട്ട് അബു എന്ന് ചേർത്തവർ പറയും. അങ്ങനെയാണ് പലപ്പോഴും അറിയപ്പെടുക. അബു അബ്ദുള്ള അല്ലെങ്കിൽ അബു അബ്ദില്ല എന്നിങ്ങനെ അവർ കുഞ്ഞ് സ്വീകരിക്കും. മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കുഞ്ഞ. ഫാത്തിമ റളിയല്ലാഹുവിന്റെ പേര് പുറമെ കുഞ്ഞ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട്. അത് ഉമ്മ ചേർത്താണ്. മറ്റേത് അബു ചേർത്താണെങ്കിൽ മറ്റേത് ഉമ്മ ചേർത്താണ്. ഈ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വന്ന കുഞ്ഞ് എന്താണെന്നറിയോ? ഉമ്മു അബീഹ എന്ന. ഉമ്മു അബീഹ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവരുടെ ഫാത്തിമ ബിയുടെ വാപ്പാന്റെ ഉമ്മ. അബീഹ അവരുടെ വാപ്പ എന്ന് വെച്ചാൽ ഫാത്തിമ ബിയുടെ വാപ്പ, പാപ്പാന്റെ ഉമ്മ. അത് ശരിയാവോ? പാപ്പാന്റെ ഉമ്മ എന്ന് പറഞ്ഞത് ശരിയാവോ? പാപ്പാന്റെ ഉമ്മ. പാപ്പാന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ പാപ്പുമ്മല്ലേ? ഇത് മകളാണ്. ആര്? ഫാത്തിമ ബീവി. പക്ഷെ കുഞ്ഞ് എന്താണ്? ഉമ്മു അബീഹ. എങ്ങനെയാണ് ഈ കുഞ്ഞത്ത് അവർക്ക് കിട്ടിയതെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവി നടന്നു വരുമ്പോൾ പറയുമായിരുന്നു ഉമ്മു അബീഹ. അവളുടെ വാപ്പയുടെ ഉമ്മയാണ്. അത്ര സ്നേഹമാണ് ആർക്ക്? മോള് നോക്കിയിട്ട് വാപ്പ പറയണത് അവളവരുടെ വാപ്പാന്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം സ്നേഹം റസൂലുള്ളാഹിക്ക് ആ മകനോടുണ്ടാവും. നബി നടക്കുന്നത് പോലെയാണ് അവർ നടന്നത്. നബി ചിരിച്ചതുപോലെയാണ് അവർ ചിരിച്ചിരുന്നത്. എന്നുവെച്ചാൽ റസൂലുള്ളാഹിന്റെ ഏതാണ്ട് ആകാര ഭംഗി അല്ലെങ്കിൽ ആ സൗന്ദര്യം ആർക്ക് ലഭിച്ചിരുന്നു? ഫാത്തിമ ബീവിക്ക് ലഭിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം 4 മാസമോ 6 മാസമോ ആണ് അവർ ജീവിച്ചത്. പണ്ഡിതന്മാർക്കിടയിൽ അപ്രവ്യത്യാസം. ചിലർ 4 മാസം എന്ന് പറഞ്ഞു, ചിലർ 6 മാസം എന്ന് പറഞ്ഞു. എന്നാൽ ഈ 6 മാസമോ 4 മാസമോ അവർ ഈ ദുനിയാവിൽ ജീവിച്ചതിന് ശേഷം ആ റസൂല് വഫാത്തായതിനു ശേഷം ഒരിക്കൽ പോലും അവരെന്തെടുത്തില്ല? ചിരിച്ചിട്ടില്ല. ആരാ പറഞ്ഞത്? അലി ഇബ്നു അബീ ത്വാലിബ്. റസൂല് വഫാത്തായതിനു ശേഷം നബിയുടെ മകളായ ഫാത്തിമ ബീവി ഒരു തവണ പോലും മാ റഅയ്തു ളാഹിക, അവർ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാരാ പറഞ്ഞത്? അലി, ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അത്രത്തോളം പ്രിയപ്പെട്ടവരാണ് അവർ തമ്മിൽ. ആ മകളെ വിളിച്ച് മക്കയിൽ നിന്ന് റസൂലുള്ളാഹി, ഇതിന്റെ അബൂ ഖുബൈസ് എന്ന് പറയുന്ന പർവ്വതമുണ്ട് ഇവിടെ അല്ലേ,
അവിടെ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾക്ക് തന്റെ കൂട്ടുകുടുംബാദികൾക്കെല്ലാം താക്കീത് നൽകുന്ന ഫഅൻദിർ അശീറതകൽ അഖറബീൻ, അടുത്ത കൂട്ടുകുടുംബാദികൾക്ക് അങ്ങ് താക്കീത് നൽകുക എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഇളാപ്പമാരെ, മൂത്താപ്പമാരെ, അതുപോലെ അമ്മായിയെ എല്ലാവരെയും വിളിച്ച കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ തന്റെ മകളെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ ഫാത്തിമ ബിൻത് മുഹമ്മദ്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ, സെലിനി മിൻ മാലി മാ ശിഅ്തി, ഉപ്പയുടെ സമ്പത്തിൽ നിന്ന് നീ എത്രയും ചോദിച്ചോ, ഉപ്പ തരും, ഉപ്പക്കത് തരാൻ കഴിയും. പക്ഷേ ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ, നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ വന്നിട്ട് ഞാൻ മുഹമ്മദിന്റെ മകളാണ് എന്ന് പറഞ്ഞ് ഒന്നും നേടാൻ നിനക്ക് കഴിയും. ഞാൻ മുഹമ്മദിന്റെ മകളാണ്, അതുകൊണ്ട് എനിക്ക് പ്രത്യേകം തരണം എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ നിനക്കൊന്നും നേടാൻ കഴിയില്ല. അതുകൊണ്ട് അങ്കിദി നഫ്സികി മിനന്നാർ, നീ നിന്റെ ശരീരത്തെ നരകത്തെ തൊട്ട് കാത്തുകൊള്ളുക. ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നൊന്നും നേടിത്തരാൻ എനിക്ക് കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വന്തം മകളോട് പറയണമെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കണം എന്താണ്, ആ മകൾ അവരുടെ ഹൃദയത്തെ ശുദ്ധമാക്കി സലീമായ കൽവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടിയാലല്ലാതെ അള്ളാഹുവിനെ രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ആവശ്യമായത് അള്ളാഹു നമുക്ക് ഓഫർ ചെയ്ത സംഗതിയാണ്. ഏറ്റവും സലീമായ രക്ഷപ്പെട്ട കൽബ്, ഒരു കുഞ്ഞിന്റെ വിശുദ്ധിയുള്ള കൽബ്, അത് നേടിയെടുക്കണം. അത് നേടിയെടുക്കാൻ എന്താ വഴി? അത് നേടിയെടുക്കാൻ എന്താ വഴി? അത് നേടിയെടുക്കാൻ എന്താ വഴി? ഇബാദത്ത് എന്ന് പറഞ്ഞാല് ഒരുപാട് കൊല്ലം ഇബാദത്ത് ചെയ്ത ആളുണ്ട് പണ്ട്. എന്താണ് നമ്മുടെ കൽബ് സലീമാകാൻ ആവശ്യമായത്? അത് ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ നമ്മൾ അത് മനസ്സിലാക്കിയത് മൊത്തത്തിൽ നമുക്ക് മാറ്റാൻ കഴിയും. എന്താണ് നമുക്ക് സലീമാകാൻ, രക്ഷപ്പെടാൻ വേണ്ടത്? എങ്ങനത്തെ കൽബാ വേണ്ടത്? ഒരു കൽബ്, ഒരു ഹൃദയം, ഫൽ ഖൽബു ബൈത്തുർ റബ്ബി ജല്ല ജലാലുഹു ബിഹുബ്ബിൻ വഇഖ്ലാസിൻ മഅൽ ഇഹ്സാനി. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നുന്നിയിൽ പറഞ്ഞ വാചകമാണ്. ഫൽ ഖൽബ്, അപ്പോൾ ഹൃദയം, ആ ഹൃദയം രക്ഷപ്പെട്ട ഹൃദയമാകുന്നത് അതെപ്പോഴാണ്? ബൈത്തുൽ ഖൽബ്, ബൈത്തുർ റബ്ബ്, അത് എന്താകണം? എന്താകണം? എന്റെ കൽബ് എന്താകണം? ബൈത്തുർ റബ്ബ്, റബ്ബിന്റെ വീടാകണം. എവിടെ? എവിടെ? ഇത് എന്റെ കൽബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈത്തുർ റബ്ബ്, എന്റെ റബ്ബിന്റെ വീടാണ്. എവിടെ? കൽബ്. ഇവിടുന്ന് നമ്മൾ ഇറങ്ങി ഓടുകയാണ് പാവം കൊടുക്കുമ്പോ. എങ്ങോട്ടാ ഓടുന്നത്? ഇന്ന ഔവല ബൈത്തിൻ, ഒന്നാമത്തെ അല്ലാഹുവിന്റെ ഭവനം. ആ കെട്ടിടത്തിന്റെ പ്രത്യേകത എന്താണ്? അതിനപ്പുറത്തും കെട്ടിടമുണ്ട്, ഇപ്പുറത്തും കെട്ടിടമുണ്ട്, ഇവിടെയും കെട്ടിടമുണ്ട്. ഇവിടെ 1 ലക്ഷം മേടിക്കാൻ നിൽക്കണ്ട, കിട്ടലാണ്. ഇവിടുന്ന് 1 ലക്ഷം വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവിടുന്ന് 1 ലക്ഷം ഓടണ കൊണ്ട് അവിടെ എത്തണം. ആ ബൈത്തുർ റബ്ബ്, എന്തുകൊണ്ടത് ബൈത്തുർ റബ്ബാണ്? എന്തുകൊണ്ടത് പ്രത്യേകതയാണ്? അത് ബൈത്തുർ റബ്ബാണ്, അള്ളാന്റെ വീടാണ്. ഒരു കേന്ദ്രം, ഒരു പുണ്യഭൂമി അല്ലെങ്കിൽ ഒരു മണ്ണ്, അത് അള്ളാഹുവിന്റേതാക്കുന്നതോടെ, വഖഫ് ചെയ്യുന്നതിലൂടെ ബൈത്തുർ റബ്ബായത് അള്ളാഹുവിന്റേതായി. മറ്റു ബിൽഡിങ്ങുകൾക്കൊന്നുമില്ലാത്ത പ്രത്യേകത അതിനുണ്ട്. ഇവിടുത്തെ മല, ജബലുൽ കഅബയിൽ നിന്ന് പറിച്ചോണ്ട് പോയ അല്ലെങ്കിൽ അടർത്തിക്കൊണ്ടുപോയ കല്ല് തന്നെയാണ് എവിടെയുള്ളത്? എവിടെയുള്ളത്? ജബലുൽ കഅബ. അവിടുന്ന് എടുത്തുകൊണ്ടുപോയ കല്ലുകൊണ്ടാണ് എന്ത് പണിത്? അതിന് ബാക്കി കല്ല് എവിടെ ഉണ്ട്? ഇതിന്റെ പണിതിന്റെ ബാക്കി കല്ല് എവിടെ ഉണ്ട്? അവിടെ പോയിരുന്നാ മതിയോ? അവിടെ പോയിരുന്നാ മതിയോ? പോരാ, ഇത് ബൈത്തുള്ളയാ. അപ്പോ മറ്റു ബിൽഡിങ്ങുകളിൽ നിന്ന് ഇതിനുള്ള പ്രത്യേകത, ഇത് ബൈത്തുള്ളയായതാണ്. എങ്കിൽ മറ്റു കൽബിൽ നിന്ന് എന്റെ കൽബിലുള്ള പ്രത്യേകത ഇത് ബൈത്തുള്ളയായാൽ രക്ഷപ്പെട്ടു. എങ്ങനെ ബൈത്തുള്ളയാകൽ? നമ്മുടെ കൽബിനെ എങ്ങനെ ബൈത്തുള്ളയാക്കല്? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാരാകുക, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാരാവുക, നമ്മുടെ കൽബിന് ഏറ്റവും സ്നേഹമുള്ളതാരോടാവുക? അള്ളാഹുവിനോട്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സ്നേഹമൊക്കെ ആർക്കും കൊടുക്കാൻ പറ്റും, ഇതൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. പക്ഷേ ഇഖ്ലാസ് ഇത് പ്രത്യേകമാണ്, സ്പെഷ്യലാണ്, ആർക്ക് മാത്രമുള്ളതാണ്. ഇത് വേറൊരാൾക്ക് ഞാൻ കൊടുക്കൂല, ഇത് വേറൊരാൾക്ക് ഞാൻ കൊടുക്കൂല. അതാണ് ഇബാദത്ത്. സുജൂദിൽ ആൾ കിടന്നിട്ട് കാര്യമില്ല, റുക്കൂയിൽ കിടന്നിട്ട് കാര്യമില്ല,
തവാഫ് ചെയ്തിട്ട് കാര്യമില്ല, മിനയിൽ പോയി താമസിച്ചിട്ട് കാര്യമില്ല, അറഫയിൽ നിന്നിട്ട് കാര്യമില്ല, മുസ്ദലിഫയിൽ ഉറങ്ങിയിട്ട് കാര്യമില്ല. എന്തില്ലാതെ? ഇഖ്ലാസ് ഇല്ലാതെ. അതാണല്ലോ പിശാച് പോലും പുറത്താക്കപ്പെട്ട സന്ദർഭത്തിൽ ആദം അലൈഹിസ്സലാം സർവ്വപ്രതാപത്തോട് നിൽക്കുന്ന ഘട്ടത്തിൽ അപമാനിതനായി ഇറങ്ങിപ്പോകുമ്പോ അവൻ വിരൽ ചൂണ്ടി പറഞ്ഞൊരു വാചകമുണ്ട്, ലഉദിയന്നഹും അജ്മഈൻ. ഇവന്റെ മക്കളെ മുഴുവനും ഞാൻ എതിർക്കും. നീ ഇപ്പൊ മനുഷ്യന്മാരെ ഉണ്ടാക്കുമ്പോഴാണല്ലോ പറഞ്ഞ്, ഇവരെ മുഴുവനും ഞാൻ പിഴപ്പിക്കും. ഇല്ല എന്നാണ്, സ്വാലിഹീങ്ങളായ ആളുകളെ ആണോ? നിസ്കരിക്കുന്നവരെ ഞാൻ പിഴപ്പിക്കൂല എന്ന് പറഞ്ഞോ? ഹാജിയാരെ ഞാൻ പിഴപ്പിക്കൂല എന്ന് പറഞ്ഞോ? മുലിയാരെ ഞാൻ പിഴപ്പിക്കൂല എന്ന് പറഞ്ഞോ? മൗലവിയെ ഞാൻ പിഴപ്പിക്കൂല എന്ന് പറഞ്ഞോ? ഇല്ല, ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. ഇഖ്ലാസ് ഉള്ളവനെ എനിക്ക് നോക്കാൻ കഴിയില്ല. ഇഖ്ലാസ് ഇല്ലാത്ത മുഴുവനെയും ഞാൻ പിഴപ്പിക്കും. അപ്പൊ പിശാച് വരെ പറഞ്ഞ ഒരു വാചകമാണ്, ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. ഇഖ്ലാസ് ഇല്ലാത്ത മുഴുവൻ ആളുകളെയും ഞാൻ പിഴപ്പിക്കും. ഇഖ്ലാസ് ഇല്ലാതെ ഒരുത്തൻ രക്ഷപ്പെടുന്നില്ല. അപ്പൊ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട് നിങ്ങളോട് ഹജ്ജിന്റെ ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ടോ? ഇല്ലേ? അറിയാൻ വേണ്ടി ചോദിക്കണോ? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സിമ്പിൾ ആണ്. ഖുർആൻ ഇങ്ങനെ നോക്കി വരിക, ഖുർആൻ ഇഖ്ലാസ് ഉണ്ടോ? ഖുർആൻ ഇഖ്ലാസ് ഉണ്ടോ? അവന്റെ അവസാനം നോക്ക്, ഉണ്ടോ? ഉണ്ട്. ഏതാ സൂറത്ത്? ഏതാണത്? സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് ഒന്ന് ഓതി നോക്കിക്കേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു അല്ലാത്ത എന്തെങ്കിലും ആ സൂറത്തിൽ പറയുന്നുണ്ടോ? അള്ളാഹുവിനെ കുറിച്ചല്ലാതെ എന്തെങ്കിലും ആ സൂറത്ത് ചർച്ച ചെയ്യുന്നുണ്ടോ? ഇല്ല. വളരെ ചെറിയ സൂറത്തല്ലേ? ഖുൽ ഹുവല്ലാഹു അഹദ് ആയത്ത് 1, അല്ലാഹു സമദ് ആയത്ത് 2, അടുത്ത ലം യലിദ് ആയത്ത് 3. അങ്ങനെയാണോ? അല്ല, ലം യലിദ് വലം യൂലദ്. പിന്നെ വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എത്ര ആയത്തുണ്ട്? 4 ആയത്ത്. പക്ഷെ ഈ 4 ആയത്ത് ഖുർആനിന്റെ 3/1. 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾ പാരായണം ചെയ്താൽ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്ത പ്രതിഫലം ആർക്കുണ്ട്? 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ഖുർആൻ മുഴുവൻ ഓതി തീർത്തതിന്റെ പ്രതിഫലമുണ്ട്. ഖുർആന്റെ 3/1 എന്ത്? സൂറത്തുൽ ഇഖ്ലാസ്. എന്തുകൊണ്ട്? അല്ലാഹു മാത്രമേ അതിലുള്ളൂ. അതാണ് പ്രത്യേകമായത്, അതാണ് പവിത്രമായത്. നമ്മുടെ കൽബ് അള്ളാഹു മാത്രമുള്ള ഒരു കൽബാണ്. അള്ളാഹുവിനെ മാത്രമുള്ള, റബ്ബിനെ മാത്രം മാറ്റിവെച്ച കൽബാണെങ്കിൽ അത് ഇഖ്ലാസുള്ള കൽബാണ്. ഈ അള്ളാഹുവിനെ മാത്രമാക്കുന്നതിന് പറയുന്ന പേരാണെന്ത്? തൗഹീദ്. അള്ളാഹുവിനെ മാത്രമാക്കുന്ന പേരാണെന്ത്? തൗഹീദ്. അല്ല, ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലെ സെക്രട്ടറി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അതല്ല തൗഹീദ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ആർക്ക് മാത്രം? അള്ളാഹു. എന്റെ ഇബാദത്ത്, എന്റെ സുജൂദ്, എന്റെ ആരാധനകൾ, എന്റെ പ്രാർത്ഥനകൾ, എന്റെ നേർച്ചകൾ, ഞാൻ സത്യം ചെയ്യുന്നത്, എന്റെ ജീവിതം, എന്റെ മരണം, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ആര് പറഞ്ഞ വാചകം? ഈ വാചകം ആര് പറഞ്ഞ വാചകം? ഈ യഖ്തബിയാത്തിൽ പറയുന്ന ആദ്യത്തെ ദുആഉൽ ഇഫ്തിതാഹി, നിസ്കാരത്തിലെ ആദ്യത്തെ പ്രാർത്ഥന ആര് പറഞ്ഞ വാചകം? പറഞ്ഞതാണ്. ആര് പറഞ്ഞതായി? ഇബ്രാഹിം. ബാബിലോണിയക്കാരാണ് ഏറ്റവും വലിയ ജ്യോതിഷി. ലോകത്തുള്ള എല്ലാ ഈ ജ്യോതിഷന്മാരുടെ ഇടപാടും എല്ലാ സിഹറും എല്ലാം തുടങ്ങിയത് ആരാണ്? ബിബാബിൽ. ഖുർആൻ പറഞ്ഞില്ലേ ബിബാബിൽ. എവിടെ തുടങ്ങിയത്? ബാബിലോണിയയിൽ. ജ്യോതിഷികളാണ് അവിടെ. എന്നുവെച്ചാൽ പോയിട്ട് ആസ്ട്രോണമിയും ഒക്കെ നോക്കി ദശ അങ്ങോട്ട് ചരിഞ്ഞാൽ ശനി ദശ, പിന്നെ ശുക്രദശ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുളികകാലം, രാഹുകാലം, ഇതൊക്കെ നോക്കി നടന്ന ആൾക്കാരാണ് ആര്? ബാബിലോൺ. ഇന്ന് നക്ഷത്രം ആകാശത്തേക്ക് നോക്കിയിട്ട് നക്ഷത്രങ്ങളെ കുറിച്ച് പഠിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രം ഉണ്ടാക്കിയ ബാബിലോണിയക്കാർ, അവർക്കിടയിലേക്ക് കടയുന്നു ആര്? ഇബ്രാഹിം നബി. അവർ ഭയങ്കര ജ്യോതിഷികളാണ്. അവർക്കിടയിൽ ആകാശത്ത് നോക്കി അവിടുന്ന് ഭാഗ്യം ഇവിടുന്ന് ദൗർഭാഗ്യം എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ പോയിട്ട് നിന്ന് സംവദിച്ച് സംസാരിച്ച് അവസാനം സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് വിളിച്ചു പറഞ്ഞു ആര്? ഇബ്രാഹിം നബി. ആരോട്? ഈ നക്ഷത്രം നോക്കുന്ന ആൾക്കാരോട്, ജ്യോതിഷികളോട് വിളിച്ചു പറഞ്ഞു, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാൻ ഇതിനെ പൂജിക്കുന്ന ആളല്ല. ഏതിനെ?
ഇതിനെ പടച്ച ഈ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും രാശികളെയും സർവ്വതിനെയും പടച്ചവനാരോ സംവിധാനിച്ചവനാ അവരിലേക്ക് മാത്രമേ ഞാൻ തിരിയൂ. ഞാൻ സൂര്യനെയും ചന്ദ്രനെയും എതിർക്കൂല, നക്ഷത്രങ്ങളെ ഞാൻ ആരാധിക്കുന്നവനല്ല എന്ന് പറഞ്ഞ വാചകമാണ് നമ്മളെ കൊണ്ട് ആര് പറയിക്കുന്നത്? ആര് പറഞ്ഞ വാചകം? അവരോട് ഇബ്രാഹിം നബി സംവാദം നടത്തി ബഹളം വെച്ച് കലഹിച്ച് അവരോട് പ്രഖ്യാപിച്ച ഇബ്രാഹിം നബിയുടെ നിലപാടാണ് കാര്യത്തിൽ നമ്മൾ പറയുന്നത്. ഇനി വെച്ചെടുത്തു. അത് മാത്രമല്ല, നമുക്കറിയാം വിശുദ്ധ ഖുർആൻ മുഴുവനും അല്ലാഹു ഒരു സൂറത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഖുർആൻ മാത്രമല്ല, ബൈബിള് എന്ന് പറഞ്ഞാൽ തൗറാത്ത്, ഇഞ്ചീൽ, ദബൂർ, കഴിഞ്ഞുപോയ എല്ലാ വേദഗ്രന്ഥങ്ങളും ഇബ്രാഹിം നബിയുടെ ഏടും എല്ലാം കൂടെ അല്ലാഹു ഒരു സൂറത്തിൽ കൊണ്ടുപോകും. ഒറ്റ സൂറത്തിൽ. എവിടെയത്? ഏത് സൂറത്തില? നമുക്കറിയാത്ത വലിയ കാര്യം തൗറാത്തും ഇഞ്ചീലും ദബൂറൊക്കെ നമുക്കറിയോ? ഇതെല്ലാം കൂടെ ഒരു സൂറത്ത് എന്ന് പറഞ്ഞാൽ വലിയ സൂറത്ത് പറയാം. അത് നമുക്ക് തീരെ അറിയാത്ത സൂറത്തായിരിക്കും എന്ന് വിചാരിക്കണ്ട. ഖുർആനിലെ ഒന്നാമത്തെ സൂറത്തുൽ ഫാത്തിഹ. സർവ്വ വേദത്തിലുമുള്ള സംഗതികൾ അല്ലാഹു ആറ്റിക്കുറിച്ച് പറഞ്ഞാണ് 7 ആയത്തിൽ സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയുടെ മിഡിലായി നമ്മൾ നടത്തുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹു, നിനക്ക് മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ഇതാരുടെ വാചകമാണ്? ഇതാരുടെ വാചകമാണ്? അല്ലാഹുവിന്റെ കലിമത്താണ്. ഇതിനെ വിശദീകരിച്ചപ്പോൾ ഉലമാവ് പറഞ്ഞു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഒരാള് അയാൾ പറയുന്ന വാക്ക് അത് പറയുമ്പോൾ അയാൾക്കൊരു മനസ്സ് വേണം. ഞാനൊരു കാര്യം പറയുമ്പോൾ ഒരു മനസ്സ് വേണം. വെറുതെ ഇങ്ങനെ ഒരു പാട്ട് പഠിച്ച് കാണാതെ പഠിച്ച് പാടുന്ന പോലെയല്ലോ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഒരാൾക്കുണ്ടാകേണ്ട മനസ്സ് നഖ്തദി ബിഹാദൽ മദ്ഹബ് അൽ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം. ഞാൻ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന ഒരു മദ്ഹബുണ്ട്. ആരുടെ മദ്ഹബാണ് ഞാൻ സ്വീകരിക്കുന്നത്? ഇബ്രാഹിം നബിയുടെ മദ്ഹബാണ്. ഷാഫി മദ്ഹബോ നബി മദ്ഹബോ ബലി മദ്ഹബൊന്നുമല്ല. നേരെ മറിച്ച് ഒരു മദ്ഹബാണ്. ഏത് മദ്ഹബ്? അൽ ഖലീൽ അലൈഹിസ്സലാം. ഖലീലിന്റെ മദ്ഹബ്. ഖലീൽ ആരാ? ഇബ്രാഹിം നബി. ഇബ്രാഹിം നബി ഏത് സമയത്ത് സ്വീകരിച്ച മദ്ഹബ്? ഇബ്രാഹിം നബി ഏത് സമയത്ത് സ്വീകരിച്ച മാർഗം അതേതാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ നിർത്തപ്പെട്ട സമയത്ത്. റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇതിന്റെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇതാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലുള്ള ആളുകളും ഒക്കെ അത് രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അവിടെ വെച്ചിട്ട് വന്നിട്ട് ചോദിക്കുകയാണ് ജിബ്രീൽ, കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ എങ്ങനെ വിലങ്ങിട്ടിട്ട് ഒരാൾ പോലും സംസാരിക്കാനില്ല, ഒരാൾ പോലും ശബ്ദിക്കാനില്ല. വിലങ്ങ് വെച്ച് കൈകാലുകൾ ബന്ധിച്ച് ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിൽ കൊണ്ടുപോയി ഹരിക്കൂ. ഖുർആൻ പറഞ്ഞില്ലേ, ഇവനെ കരിക്കടാ എന്നവര് പറഞ്ഞു. കത്തിക്കടാ ഇവനെ. വൻസുറു ആലിഹത്തക്കും, നിങ്ങളുടെ മറ്റു ദൈവങ്ങളെയൊക്കെ നിങ്ങൾ രക്ഷിക്കണമെങ്കിൽ ഇവനെ നമുക്ക് പച്ചക്ക് കത്തിക്കണം എന്ന് ആഹ്വാനം ചെയ്ത നാട്ടുകാരും ഉമ്മമാരും അക്കാലത്തുള്ള എല്ലാ പങ്കന്മാരും വിറക് കൊണ്ടുവന്ന് നേർച്ചയിട്ട് മുഹമ്മദിനെ ഒരു കുട്ടിക്ക് വയറുവേദന വന്നാൽ പോലും ഉമ്മമാര് നേർച്ചയിട്ട് വരുന്ന. എങ്ങനെ? നമ്മുടെ നാട്ടിലെ ശകുനപ്പിഴയായ ഇബ്രാഹിമിനെ കത്തിക്കാനുള്ള തീക്കുണ്ടാരത്തിലേക്ക് എന്റെ വക 5 കെട്ട് വിറക്. ആര്? വീട്ടിലോ കുഞ്ഞിന് വയറ്റുവിനോ ഒന്ന ഉമ്മമാരെന്ന് നേർച്ചയാക്കുമായിരുന്നു. ഇബ്രാഹിമിനെ അങ്ങോട്ട് കത്തിച്ചേക്കാം, ഈ വയറുവേദനയായിട്ട് മാറ്റിത്തരണം, അല്ലെങ്കിൽ ഈ രോഗമായിട്ട് മാറ്റിത്തരണം എന്ന് നേർച്ചയാക്കുമായിരുന്നു. അങ്ങനെ തീ കൂട്ടി ആളിക്കത്തുമ്പോ തീക്കുണ്ടാരം ഇങ്ങനെ കത്തിയിട്ട് അടുത്തേക്ക് അടുക്കാൻ കഴിയില്ല. എങ്ങനെ ഇബ്രാഹിമിനെ ആരെ പായിക്കണം എന്നിങ്ങനെ ആലോചിക്കണം. അങ്ങനെ അവർ മിഞ്ചനീക്ക് പോലെ ഒരാളെ കെട്ടിയിട്ട് എഴുതി വിടുക അങ്ങോട്ട്. അന്ന് അവര് മിഞ്ചനീക്ക് പിന്നീട് കണ്ടുപിടിച്ചാണ്. നമ്മുടെ അമ്പ് പോലെയുള്ള സാധനത്തിൽ കെട്ടിയിട്ട് വലിച്ചെടുക്കുക. അയാളുടെ അടുത്തേക്ക് ചെല്ലണ്ടേ, തീക്കുണ്ടാരത്തിന്റെ അടുത്തേക്ക് ചെല്ലണ്ടേ. അങ്ങനെ പദ്ധതി ആവിഷ്കരിച്ചു. ഇവരെങ്ങനെ ഇതിനകത്തേക്ക് എറിയുമെന്ന് പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുന്നത്, ഹല്ലക ഹാജ, ഒരാളും നിങ്ങൾക്ക് വേണ്ടി വാദിക്കാനില്ലല്ലോ, വല്ല ഹെൽപ്പും വേണോ? പണ്ട് റസൂലുള്ളാഹി അടുക്കലും വന്നു ഇതുപോലെ വായ്പയെന്ന് എറിയിട്ട് വരുമ്പോ ഈ 2 മരയുടെ ഇടയ്ക്ക് പിടിച്ചിട്ട് അടക്കിത്തരാന്ന് പറഞ്ഞു. ഇതുപോലെ ഇബ്രാഹിം പിടിക്കൽ വരികയാണ്. ഇവര് ചോദിക്കുകയാണ്, ഹല്ലക ഹാജ, വല്ല ഹെൽപ്പും വേണോ? വല്ല ഹെൽപ്പും വേണോ? താങ്കൾ പറയുകയാണെങ്കിൽ ജിബ്രീലിന്റെ പ്രത്യേകത 600-ലധികം ചിറകുകൾ ഉണ്ടെന്നാണ്. നബി 2 വട്ടം കണ്ടു. ആരെ? പൂർണ്ണമായ രൂപത്തിൽ ആകാശഭൂമികൾ നിറഞ്ഞു നിന്നു എന്നാണ്. ആര്? ജിബ്രീൽ അലൈഹിസ്സലാം വിരിഞ്ഞു നിന്നപ്പോ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നിൽക്കുമ്പോ 600-ലധികം ചിറകുകളുണ്ടെന്നാണ്. ആർക്ക്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്. ആ ജിബ്രീൽ വന്നിട്ട് പറയുന്നത്, ഹല്ലക ഹാജ, വല്ല ആവശ്യമുണ്ട്, വേണമെങ്കിൽ ഇവിടെ ഞാൻ എടുത്തെറിഞ്ഞു തരാം, അല്ലെങ്കിൽ ഈ കുണ്ടാരം എടുത്തി തരാം, വല്ല ഹെൽപ്പും വേണോ എന്ന് ചോദിച്ചപ്പോ ജിബ്രീലിന്റെ മുഖത്തേക്ക് നോക്കി ഇബ്രാഹിം നബി പറഞ്ഞു, ആമാ ഇലൈക ഫലാ, ഞാനെന്താ, ഹസ്ബി അല്ലാഹു വ നിഅ്മൽ വകീൽ, എനിക്കാര് മതി? അല്ലാഹ് മതി, എനിക്ക് അല്ലാഹുവിന്റെ സഹായം മതി.
അവനാണ് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ എന്ന് ഇബ്രാഹിം നബി ആ തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ നിന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബിയുടെ മനസ്സെന്തായിരുന്നുവോ അതേ മനസ്സായിരിക്കണം എന്ന് പറയുമ്പോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇബ്രാഹിം നബി വിട്ടുപോകുന്നുണ്ടോ? ഇബ്രാഹിം നബി വിട്ടുപോകുന്നുണ്ടോ? ഇല്ല. ആ മനസ്സ് നമ്മുടെ കൽബിൽ രൂപപ്പെടുത്തണം എന്നാണ്. ആ രൂപത്തിൽ ഹസ്ബി അല്ലാഹ് എന്ന് പറയണം. എങ്കിൽ അത് തരും. ചോദിച്ചാൽ മതി. അതിന്റെ തെളിവാണ് എന്ത് ഇതിപ്പോ താമസിക്കുന്നത് അത് വല്ലതും ഉണ്ടോ? ഞാൻ അത് ചോദിച്ചിരുന്നു അന്ന് ആഴ്ച ക്ലാസ്സിൽ. വല്ലതും ഇവിടെ ഉണ്ടോ? വല്ലതും ഉണ്ടോ ഇവിടെ കാണാനായിട്ട്? ക്ലോക്ക് ടവറാ ഒന്നും ശരിയാരില്ല. ഇവിടുന്ന് ഇതിലേക്കൊക്കെ യാത്ര ചെയ്ത ആൾക്കാരുണ്ടാവും. യാത്ര ഇവിടെ വന്നിട്ടുണ്ടോ? ഈ ജാതി മലയാണ് ഇവിടെ ഉള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. പണ്ട് നമ്മൾ മരുഭൂമി എന്നൊക്കെയാ കേട്ടെ, മരുഭൂമി എന്നൊക്കെയാണ്. ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് മരുഭൂമി ഏത് വലിയ മലകളാണ്. ഇതൊരു സംരക്ഷണമായ നാടിന്. പെട്ടെന്ന് ആര് കരമാർഗം ഒന്നും ആക്രമിക്കാൻ പറ്റില്ല ഇങ്ങോട്ട്. ഇതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്, അമ്നായ സ്ഥലമാണ്. ഈ സ്ഥലം ഇവിടെ എന്തുണ്ടോ ഇതുകൂടി ഇബ്രാഹിം നബി ചോദിച്ചു വാങ്ങി. നിങ്ങൾ ഏത് ഈ നാട്ടിൽ എന്തുണ്ടോ നിങ്ങൾ നോക്കിക്കോ, ഖുർആനിലായിട്ടുണ്ടാവും. ഇബ്രാഹിം ഇവിടെ ദുആയിലുണ്ടാവും. ഇബ്രാഹിം നബി പറഞ്ഞു, പടച്ചോനെ വജഅൽ അഫ്ഇദതൻ തഹ്വി ഇലൈഹിം, അല്ലാഹുവേ ജനമനസ്സുകളെ ഇങ്ങോട്ട് നീ ആക്കി തരണേ. ലോകത്തുള്ള സർവ്വ മനുഷ്യൻ എല്ലാവരും കൊതിക്കണം എന്തിന്? ഒരു ഉംറക്ക് വരാം. വീട്ടിലെ ഉമ്മയും കൊതിക്കണം ആര്? എനിക്കൊരു ഉംറക്ക് പോകണം. വല്ലുമ്മയും പറയണത് എനിക്കൊന്ന് ഉംറക്ക് പോകണം. എല്ലാ മനസ്സുകളിലും ആളുകൾ പറയണത് എനിക്കൊന്ന് വരണം. എവിടേക്ക് വരണം? മുസ്ലിം മാത്രമല്ല, മുസ്ലിങ്ങളും എല്ലാവർക്കും മക്ക എന്ന് പറയുമ്പോ ഇവിടെ എന്തുണ്ടായിട്ടാ? ഇവിടെ ഷോപ്പിംഗ് മാളോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നമുക്ക് വല്ല കൗതുക ചെപ്പുകളോ അല്ലെങ്കിൽ വല്ല ഫെസ്റ്റിവലുകളോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഈ മരപടക്കുകൾക്കിടയിലേക്ക് എന്ത് കാണാൻ വരികയാണിത്? ദുആ ചെയ്യാണ് ഇബ്രാഹിം നബി, അല്ലാഹുവേ ജനമനസ്സുകളെ നീ ഇങ്ങോട്ട് ഇണക്കി തരണം. അതാ ഓരോ മനുഷ്യനും കൊതിക്കാൻ, ആഗ്രഹിക്കാൻ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ മണ്ണിലേക്ക് പോകണമെന്ന് മനസ്സിങ്ങനെ തേടാണ്. ഒരു വട്ടം വന്നു പോയും പിന്നെ അടുത്ത വട്ടം പോകാൻ ആലോചിക്കുകയാണ്. ഇത്ര വട്ടം ഇബ്രാഹിം ആൾക്കാരുണ്ടായി കൂട്ടത്തിൽ മതിയായിട്ടുണ്ടോ? ഇവിടുന്ന് പോകുമ്പോ പിന്നെയും പറയും, പഠിച്ചവനെ ഒന്നും കൂടെ ഇവിടെ വരണം, ഒരിക്കൽ കൂടി വരണം. എത്ര തവണ വന്നുപോയ ആൾക്കാരുണ്ടാവും. മനസ്സ് ഇതുവരെ മക്കത്തൊന്നും മടിച്ച ആൾക്കാരുണ്ടാവൂല. പിന്നെ വരാൻ തോന്നും, തികട്ടി വരും. ഓരോ ഹജ്ജ് വരുമ്പോഴും പഠിച്ചവനെ ഇത്തോടെ പോകാൻ കഴിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഒരു ഉംറ സംഘത്തെ കാണുമ്പോഴും നമുക്ക് പഠിച്ചവൻ ഒന്നുകൂടെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നിങ്ങനെ ആലോചിക്കും. അതുകൊണ്ട് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി വരും നമ്മള് എങ്ങോട്ട്? മക്കത്തേക്ക്. ആ ദുആയാണ് റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, അല്ലാഹു നിർഭയമായ നാടാക്കണേ. ഇത് ആരാ ദുആ ചെയ്തത്? 4000 വർഷങ്ങൾക്ക് മുമ്പ്. നാടോ? ഇവിടെ നാടുണ്ടോ? 4000 കൊല്ലം മുമ്പ് ഇവിടെ നാടുണ്ടോ? ഉണ്ടോ? ഇബ്രാഹിം നബി ദുആ ചെയ്യുമ്പോൾ നാടുണ്ടോ? ബലദിയ എന്ന് പറഞ്ഞ മുനിസിപ്പാലിറ്റി എന്ന് അർത്ഥം അല്ലെ? ഭാരതീയയുടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. മുനിസിപ്പാലിറ്റി ഉണ്ട് ഇവിടെ. ഒന്ന് ഇവിടെ റബ്ബി ജഅൽ ഹാദാ ബലദൻ, ചെറിയൊരു മുനിസിപ്പാലിറ്റിയെങ്കിലും വേണ്ടേ, പഞ്ചായത്തെങ്കിലും വേണ്ടേ? ഇബ്രാഹിം നബി വലതാക്കണമല്ല, നിർഭയമുള്ള നാടാക്കണമല്ല, നിർഭയത്വമുള്ള നാടാക്കണം. അപ്പൊ റബ്ബി ചോദിച്ചു വാങ്ങാൻ കായികനികൾ, പഴം കൊടുക്കണേ, ഫ്രൂട്ട്സ് കൊടുക്കണേ. ഇവിടെ മറ്റേ ചെടി മുളക്കുവോ? കൃഷി നടക്കുവോ? ഫ്രൂട്ട്സ് കൊടുക്കണേ. നമ്മുടെ നാട്ടിൽ കടന്നു ഇവിടുത്തെ ഫ്രൂട്ട്സ്. കേരളം എന്ന് വെച്ചാൽ ഇങ്ങനെ 24 മണിക്കൂറല്ല, 6 മാസം മഴ പെയ്യുന്ന നാട്ടിൽ കാണാത്ത ഫ്രൂട്ട്സ് അല്ലേ ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ ഫ്രൂട്ട്സ് മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ട്, പോകണ്ട ചോദിച്ചാൽ അത് കാണാൻ വേണ്ടി പോകുന്നു. ഏതായിരുന്നാലും ലോകത്തിന്റെ അറ്റദിക്കുകളിലുള്ള എല്ലാ ഫ്രൂട്ടും എവിടെ വരും? ദൂത്തല്ല, പണ്ട് വരും. ചോദിച്ചു വാങ്ങിയതാണ് ആര്? ഇബ്രാഹിം ചോദിച്ചു വാങ്ങിയതാ. റബ്ബനാ വബഅത് ഫീഹിം റസൂലാ, അല്ലാഹുവേ ഇവർക്ക് ഒരു പ്രവാചകനെ കൊടുക്കണേ. ആര് ചോദിച്ചു വാങ്ങിയതാ? ഇബ്രാഹിം നബി ദുആ ചെയ്യണം. ആർക്ക് വേണ്ടി? അതാ റസൂൽ പറഞ്ഞു, ഇന്നി ദഅഉതു അബീ ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം എന്റെ വാപ്പാന്റെ ദുആ കൊണ്ടുണ്ടായതാണ്. എന്റെ വാപ്പേരാ ഇബ്രാഹിം നബിയുടെ ദുആയാണ് ഞാൻ. ആര് പറയാ? അപ്പൊ ചോദിച്ചു വാങ്ങിയതേ ഉള്ളൂ ഇവിടെ. ആര്? ഇബ്രാഹിം നബി നിന്ന് ചോദിച്ചു വാങ്ങാണ്. കാര്യം അള്ളാന്റെ ഖലീല ചോദിച്ചത് കൊടുക്കും. നാട് വേണോ? നാട് പിടിച്ചോ. നബി വേണോ? നബി പിടിച്ചോ. ഫ്രൂട്ട്സ് വേണോ? ഫ്രൂട്ട്സ്. എന്താ വേണ്ടത്? ചോദിച്ചതൊക്കെ കൊടുത്തു. ചോദിച്ചതൊക്കെ കൊടുത്തു. പക്ഷെ അള്ളാഹുവിനോട് ഇബ്രാഹിം നബി ചോദിച്ചിട്ട് കൊടുക്കാത്ത ഒറ്റ കാര്യം, അതൊക്കെ ചോദിച്ചിട്ട് അള്ളാഹിനോട് ചോദിച്ചിട്ട് അന്ന് കൊടുക്കാത്ത, ദുനിയാവിലും ആഖിറത്തിലും കൊടുക്കാത്ത ഒറ്റ കാര്യം ബാക്കിയൊക്കെ കൊടുത്തു. ഒറ്റ കാര്യം കൊടുത്തില്ല. ആഖിറത്തിൽ
ഇബ്രാഹിം അലൈഹിസ്സലാം വരുന്ന രംഗത്തെ കുറിച്ച് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ 3 സ്ഥലത്ത് ഹദീസ് കൊണ്ടുവന്നു. അതിൽ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിമ ഖലീല. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഒരു അധ്യായത്തിന്റെ പേര് കൊണ്ട് ഒരു ആയത്ത് ഖുർആനിൽ അള്ളാഹുവിന്റെ ഖലീലായി ഇബ്രാഹിം നബി അള്ളാഹ് തെരഞ്ഞെടുത്തു എന്നതിനെ പറ്റി പറയുന്ന അധ്യായം ഇമാം ബുഖാരിയുടെ സ്വഹീഹിന്റെ ഒരു അധ്യായത്തിന്റെ പേരാണ്. അവിടെ അടക്കം കൊണ്ടുവന്നൊരു ഹദീസ് ഉണ്ട്. ഇബ്രാഹിം നബിയുടെ പ്രത്യേകത നാളെ ആഖിറത്തിൽ അവ്വലു മയ്യുക്സാ ഫീ യൗമിൽ ഖിയാമ ഇബ്രാഹിം അലൈഹിസ്സലാം ആദ്യമായി ആഖിറത്തിൽ വസ്ത്രം കൊടുക്കുന്നത് ആർക്കായിരിക്കും? അർദ്ദ നബി പറയാണ്, നബി പ്രസംഗിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, നബിക്ക് ഞങ്ങളോട് പ്രസംഗിച്ചതാണ്. അവ്വലു മയ്യുക്സാ യൗമിൽ ഖിയാമ ആദ്യമായി പരലോകത്ത് വസ്ത്രം കൊടുക്കുന്നത് ആർക്കാണ്? ഇബ്രാഹിം നബിക്ക്. അതിന് പല കാരണവന്മാർ. ഒന്നെന്ന് വെച്ചാൽ അന്ന് തീക്കൂടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോ മൂടി അപമാനിച്ചു എന്നാണ്. ആരെ? അതിന്റെ പേരിലാണെന്ന് ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് കാണാൻ കഴിയും. ഏതായിരുന്നാലും ആഖിറത്തിൽ ആദരവിന്റെ ഉടയാടകൾ കൊണ്ട് ആദരിക്കുന്ന വ്യക്തിത്വം ഇബ്രാഹിം നബിയാണ്. ഖബർ പിളർന്ന് ആദ്യം പുറത്തു വരുന്ന ആരാ? ഗർസിയണ്ട, അത് ഇബ്രാഹിം നബി ആയിരിക്കും. അത് മുഹമ്മദ് റസൂലുള്ളാഹി. ആദ്യമായി ഖബർ പിളർന്ന് പുറത്തു വരുന്ന ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി വസ്ത്രം ഇട്ട് ആദരിക്കപ്പെടുന്നവരാണ്. ആദരവിന്റെ വസ്ത്രമൊക്കെ ഇട്ട് ഇബ്രാഹിം നബി അവിടെ ആ പരലോകത്ത് എല്ലാവരും ബേജാറായി നിൽക്കുന്ന നാളിൽ ഇബ്രാഹിം നബി ആദരവിന്റെ വസ്ത്രമൊക്കെ ഇട്ട് വരുമ്പോ റസൂല് പറയുന്നു, യൽഖാ ഇബ്രാഹിമു അബാഹു ആസറ യൗമൽ ഖിയാമ. ഖിയാമ നാളിൽ തന്റെ ഉപ്പയെ ആര് കാണും? ഇബ്രാഹിം നബി കാണും. വാപ്പയെ കാണും. ആളുകൾ കൂട്ടത്തിനിടെ വെച്ചിട്ട് അല അവജ്ഹി ആസറ ഖതറത്തുൻ വഗബറ. ആസറിന്റെ മുഖത്തും ശരീരത്തും ഒക്കെ ആകെ ചെളി പിടിച്ച് പൊടി പിരണ്ട് ആകെ വിഷമിച്ചിരിക്കണം. ആര്? ആസർ. വാപ്പ നിൽക്കണം. വാപ്പ ഡിക്കലേക്ക് ഇബ്രാഹിം നബി ഓടി ചെല്ലും. എന്നിട്ട് പറയും, അലം അക്കുല്ലക ലാ തഅസിനി. ഉപ്പ, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഈ തൗഹീദ് സ്വീകരിക്കണം, ഈ തൗഹീദ് വിട്ടൊരു വഴിക്കും പോകരുത്, എന്നെ നിങ്ങൾ ധിക്കരിക്കരുത് എന്ന് എത്ര തവണ നിങ്ങളോട് പറഞ്ഞു ഉപ്പ? നിങ്ങളത് സ്വീകരിച്ചില്ലല്ലോ. നിങ്ങൾ നാട്ടുകാരോടൊപ്പം കൂടി കല്ലെറിയാൻ വന്നു, ആട്ടി ഓടിച്ചു, നാട്ടി പുറത്താക്കി, അങ്ങനെ ഒരുപാട് പ്രയാസപ്പെടുത്തിയല്ലോ ഉപ്പ. ഞാൻ അന്നേ പറഞ്ഞില്ലേ അല്ലാ തഅസിനി, നിങ്ങൾ എന്നെ എതിര് ചെയ്യരുത് എന്ന് എത്ര തവണ പറഞ്ഞു? അള്ളാഹുവിന് എതിരാകരുത് എന്ന് എത്ര തവണ പറഞ്ഞു? അപ്പോൾ ഉപ്പ പറയും മകനോട്, എന്ത്? ലാ അഅസികയോ, മോനെ ഉപ്പക്ക് അന്ന് തെറ്റുപറ്റിയടാ, ഇന്നിപ്പോ കാര്യം മനസ്സിലാക്കി. ഇന്ന് മോനെ നീ എന്തു പറഞ്ഞാലും വാപ്പ സ്വീകരിക്കാൻ റെഡിയാ. കാരണം ഞാൻ കണ്ടു കേട്ടു മനസ്സിലായി. ഇപ്പോഴോ നീ എന്ത് പറഞ്ഞാലും ഒരിക്കലും ഞാൻ നിനക്ക് എതിര് നിൽക്കൂല, ഇപ്പൊ കബത്തം പിണരുതാടാ എന്ന് വാപ്പ മകനോട് പറയുമ്പോ അവിടുന്ന് കൈവെപ്പുമാര് ആര്? ഇബ്രാഹിം. മക്ക ചോദിച്ചു വാങ്ങി ഇബ്രാഹിമിന്. ഈ നാടിനെ വലുതാക്കി ഇബ്രാഹിം നബി. അന്തിമ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മക്കയിൽ അള്ളാഹു കൊടുത്ത് അതിനുവേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞ് ചോദിച്ചത് കൊടുത്ത് ഇബ്രാഹിം നബി ആഖിറത്തിൽ നിന്നിട്ട് ഖലീല ഇബ്രാഹിം നബി ഉടച്ചെടുത്ത് വാശിയാണ്. അത് വാടെ വാചകം തന്നെ പറയൂ, യാ റബ്ബ് ഇന്നക വഅദ്തനി അല്ലാ തുഖ്സിയനി യൗമ യുബഅഥൂൻ. അല്ലാഹുവേ, നീ എനിക്ക് തന്നൊരു വാദയുണ്ട്, വാഗ്ദാനമുണ്ട്. പരകോടി മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന പരലോകത്ത് എന്റെ മനസ്സിനെ വേദനിപ്പിക്കില്ല എന്ന് നീ എനിക്ക് തന്ന വാഗ്ദാനമാണ്. എനിക്കെന്റെ വാപ്പ നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ വേദന എന്താ ഉള്ളത്? എന്റെ വാപ്പ എന്നിൽ നഷ്ടപ്പെട്ടു പോയതിനേക്കാളും വലിയ വേദന എന്താ എനിക്കുണ്ടാകാനുള്ളത്? നീ എനിക്ക് തന്ന വാഗ്ദാനമാണെന്ത്? എന്റെ മനസ്സിനെ വിഷമിപ്പിക്കില്ല, വേദനിപ്പിക്കില്ല എന്ന്. നീ വാഗ്ദാനം പാലിക്കുന്നവനാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്റെ വാപ്പയെ ആർക്ക് വേണം? ആരെ ചോദിക്കണ ആള്? ഇബ്രാഹിം. സഡൻലി മറുപടി അള്ളാഹുവിന്റെ വരും. ഹദീസിൽ കാണാം. എന്താ മറുപടി അറിയോ? ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. ഇവിടെ നിയമത്തിന് മാറ്റില്ല. ഇത് വാപ്പയും മകളും തമ്മിലുള്ള ബന്ധം പറയാനുള്ള ദിവസമല്ല. ഇവിടെ സലീമായ കൽവുമായി വന്നവനല്ലാതെ രക്ഷപ്പെടൂല. ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. അവിശ്വാസികൾക്ക്, ശിർക്ക് ചെയ്തവന്, കുഫ്രിന്റെ വാഗ്ദാക്കൾക്ക് സ്വർഗ്ഗം ഹറാമാണ്, ശിദ്ധമാണ്. എന്റെ വാപ്പ എന്ന പരിഗണന ഇവിടെ ഇല്ല. വിറച്ചു പോകുമാര് ഇബ്രാഹിം നബി. അതുകൊണ്ടാണ് ഹദീസിൽ പിന്നെ പറയുന്നത്, ഇബ്രാഹിം അലൈഹിസ്സലാം പകച്ചു നിൽക്കുമ്പോ ഫയുഖാൽ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ മജ്ഹൂലായിട്ട് പ്രയോഗിക്കുന്നത്. ആരോ ചോദിക്കാണ് ഇബ്രാഹിം നബിയോട്. ആരാന്നില്ല, മലക്കുകളാണോ മനുഷ്യരാണോ എന്നില്ല. ഫയുഖാൽ, ഇബ്രാഹിം നബി ചോദിക്കപ്പെടും.
മാ തഹ്ത റിജ്ലൈക് വമാ തഹ്ത ഖദമൈക്. വരുന്നവരൊക്കെ ഇങ്ങനെ ചോദിക്കണം, മാ തഹ്ത റിജ്ലൈക്, എന്താണ് ഇബ്രാഹിം അങ്ങയുടെ കാൽച്ചുവട്ടിൽ, എന്താണ് കാലിനടുക്ക് നിൽക്കുന്നത്, മാ തഹ്ത റിജ്ലൈക്, നിങ്ങളുടെ കാലിനടുത്തെന്തായി നിൽക്കുന്നത് എന്ന് വരുന്നവരും പോണവരൊക്കെ ചോദിക്കുമ്പോഴാണ് ഫയൻദുറു. അപ്പോഴാണ് ഇബ്രാഹിം നബി നോക്കുന്നത്. നോക്കുമ്പോ ഫഇദാ ഹുവ ബിദീഖിൻ മുൽതതിഖ്, ഒരു കഴുതപ്പുലി ചെളി പിടിച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. വാപ്പന്ന സ്ഥാനത്ത് ആരില്ല, വാപ്പയില്ല. ഫഇദാ ഹുവ ബിദീഖിൻ മുൽതതിഖ്, ഒരു ചെളി പിടിച്ചിട്ടൊരു കഴുത. പിന്നെ ഒരിക്കലും ഇബ്രാഹിം നബി ആരെ കാണില്ല, അപ്പാനെ. ഫഇദാ ഹുവ ബിദീഖിൻ മുൽതതിഖ്, ഒരു ചെളി പിടിച്ച കഴുതപ്പുലിയായി ഇബ്രാഹിമിന്റെ വാപ്പ മാറ്റപ്പെട്ടു. അങ്ങനെ ഇബ്രാഹിം നബി നോക്കുമ്പോൾ ആ കഴുതപ്പുലിയുടെ കൈകാലുകൾ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് പ്രശ്നമേ, ആരാണ് ഈ നരകത്തിലേക്ക് വീണെന്നറിയേ? ആരാ? മായ നബിയുടെ മാത്രം വാപ്പയാണോ? മായ നബിയുടെ, സാക്ക നബിയുടെ, യാക്കൂബ് നബിയുടെ, യൂസഫ് നബിയുടെ. പിന്നെ ഇങ്ങോട്ട് എന്തേ സംഭവിച്ചത്? ഒറ്റ കലിമത്ത്. എന്താ കലിമത്ത്? ലാ ഇലാഹ. എവിടെ? ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. ഇല്ലല്ലാ, എവിടെ ഇല്ലെന്ന്? ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. ഇല്ലേ? അയോധ്യയടക്കമില്ലേ ഇലാഹില്ലേ? ഇപ്പൊ നമ്മള് കണ്ടല്ലേ, നമ്മുടെ വീണപ്പുറത്ത് അമ്പലമില്ലേ, അവിടെ ഇലാഹില്ലേ? കെട്ടിപ്പൊക്കി ജാറില്ലേ, അവിടെ ഇലാഹില്ലേ? ഈ ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. എവിടില്ല? എവിടില്ലെന്നാ പറയണത്? എവിടില്ല? എന്റെ കൽബിലില്ല. അവിടെ ഇവിടെ ആൾക്കാരില്ല. ഒരുപാട് ഇലാഹ അവിടെ ഇവിടെ കൊണ്ടു നടക്കുന്നുണ്ട്. ഈ കാബാലയത്തിനുള്ളിൽ പോലും 300 ചില്ലാനും വിഗ്രഹം കണ്ടായിരുന്നു. അവിടുന്ന് വിളിച്ചു പറഞ്ഞത് എന്ത്? ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല എന്ന് പറഞ്ഞാൽ കാബക്കുള്ളി ഇല്ലെന്നല്ല. ഇവിടെ ഇലാഹ് ഉണ്ടാവും, പക്ഷെ എവിടില്ല? എന്റെ കൽബിലില്ല. ആരല്ലാതെ? ഇല്ലല്ലാഹ്, അല്ലാഹു അല്ല. ഇതാ ഖിലാസ്. ഈ ഖിലാസുമായിട്ടാണോ നിങ്ങൾ ആ കാബാന്റെ അടുക്കിലേക്ക് പോകുന്നത്? അത് ബൈത്തുള്ളാഹ്. നിങ്ങൾക്കവിടെ പരിഗണനയുണ്ട്. ഈ കൽബുമായിട്ടാണോ നിങ്ങൾ മുസ്ദലിഫയിലേക്കും, ഈ കൽബുമായിട്ടാണ് നിങ്ങൾ അറഫയിലേക്കും, ഈ കൽബുമായിട്ട് നിങ്ങൾ മിനയിലേക്കും പോണത്? നിങ്ങൾ അള്ളാന്റെ ഗസ്റ്റാണ്. അള്ളാഹ് നിങ്ങളെ സ്വീകരിക്കും. അത് കഴുകി തുടച്ച് പുറത്തേക്ക് വിടും. കാര്യം അത് വൃത്തിയാക്കൽ ആരുടെ ബാധ്യതയാണ്? കാര്യം അത് ആരുടെ വീടാ? ആരുടെ വീടാ? എന്റെ വീട് വൃത്തിയാക്കൽ ആരുടെ ബാധ്യത? എന്റെ ബാധ്യത. അല്ലാഹുവിന്റെ ഭവനം വൃത്തിയാക്കൽ ആരുടെ ബാധ്യത? ആ ഭവനമായിരിക്കണം എന്ത്? അല്ല വൃത്തിയാക്കി തരും. അല്ല സ്ഫുടം ചെയ്തു തരും. അല്ല വൃത്തിയാക്കി തരും. അതുകൊണ്ട് അള്ളാഹുവിന്റെ അതിഥിയാകാൻ ആഗ്രഹിച്ചു, അള്ളാഹുവിന്റെ അതിഥിയാകാൻ പ്രതിച്ചു. കൽബ് അള്ളാഹുവിന്റെ ഭവനമാണ്. അതാ മുഹീദ്ദീൻ പറഞ്ഞത്. മുഹീദ്ദീൻ പറഞ്ഞല്ലോ, ഈ ഖൽബക മസ്ജിദ, നിന്റെ കൽബിനെ പള്ളിയാക്കിക്കോ. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. ആ നിന്റെ കൽബ് അള്ളാഹുവിന്റെ ഭവനമായാൽ പിന്നെ അള്ളാഹ് ഇല്ലാത്തൊരു പ്രാർത്ഥന സംഭവിക്കൂലല്ലോ. കാര്യം ഖുർആൻ പറഞ്ഞെന്താ? വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. നിങ്ങൾ മനസ്സിനെ, നിങ്ങളുടെ കൽബിനെ, നിങ്ങളുടെ അള്ളാഹുവിനെ, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, അതുകൊണ്ട് അള്ളാഹ് ഇല്ലാത്തവരോട് തേടരുത് എന്ന് ഖുർആൻ പറഞ്ഞത് പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ മസ്ജിദാക്കിക്കോ, അത് തന്നെ ബൈത്തുള്ളയാക്കിക്കോ. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അള്ളാഹ് ഇല്ലാത്ത ഒരാളോടും അവിടെ നിന്നില്ല തേട്ടം. ആ ഹൃദയം അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൂടി. അതുകൊണ്ട് നമ്മുടെ ഈ ഹജ്ജിന്റെ സന്ദേശമായി നമ്മൾ സ്വീകരിക്കേണ്ടത്, നമ്മൾ ഉൾക്കൊള്ളേണ്ടത് തൗഹീദാണ്. ഈ തൗഹീദുമായിട്ടാണ് ഇബ്രാഹിം നബി ഇവിടെ വന്നത്. ഈ തൗഹീദുമായിട്ടാണ് ഹാജർ നബി വന്നത്. ഈ തൗഹീദുമായിട്ടാണ് ഇസ്മായിൽ നബി വന്നത്. ഈ തൗഹീദുമായിട്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ നേട്ടം മുഴുവൻ നേടിയെടുത്തത്. അതുകൊണ്ട് തൗഹീദ് ഉണ്ടോ? എവിടെ രക്ഷപ്പെടും? എവിടെ രക്ഷപ്പെടും? ഇരുലോകത്തും, ദുനിയാവിലും ആഖിറത്തിലും. റസൂൽ പറഞ്ഞതാണ്, മക്കത്ത് വന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഇവിടെ ആൾക്കാർ അന്ന് ഇവിടുത്തെ പ്രമാണിമാരോടും ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരോടും ഇവിടുത്തെ മഹല്ല് പ്രസിഡന്റിനോടും സെക്രട്ടറിയോടൊക്കെ വിളിച്ചു പറഞ്ഞു, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ തദീനു ലക്കുമുൽ അറബു വൽ അജം. അത് പറയുന്ന മുമ്പ് നബി പറഞ്ഞു, എന്റെ ഒരു കലിമത്തുണ്ട്, അത് നിങ്ങൾ ഉപയോഗിച്ചാല് നിങ്ങൾക്ക് അറബിയോടും കീഴും. ഒരു മീറ്റിംഗിലെ പ്രഖ്യാപിച്ചു നബി, എന്തെങ്കിലും ഒരു കലിമത്തുണ്ട്, നിങ്ങൾ പ്രഖ്യാപിച്ചാൽ അറബികളും അനറബികളും ഇവിടെ കാഴ്ച വിട്ടിരുന്നു. അപ്പോ ബുജല് ചാടി എന്നിട്ട് പറഞ്ഞു, ബുജലിന്റെ വാചകമായ ചരിത്രം നിങ്ങൾ രേഖപ്പെടുത്തിയിടുന്ന
താതാ എന്തിനു ദുനിയാവില് ആകെ പിന്നെ അറബുകളും അനറബുകളും ഒക്കെ ഒന്ന് വീഴുമെങ്കിൽ കൊണ്ടുവന്നു. നബി എന്തെങ്കിലും പറഞ്ഞ വെറുതെ പറയില്ല. 40 അവരോട് ചോദിച്ചാൽ നമുക്ക് അവർക്കറിയാലോ. എന്ന് പറഞ്ഞിട്ട് ഇവൻ ചാടി വീഴ ആര് അബൂജഹൽ കൊണ്ട് താ എന്ന് പറഞ്ഞു. നമ്മുടെ ആത്തിബ നമ്മുടെ തസ്രീ എന്ന് പറഞ്ഞ പോലീസുകാർ ചോദിക്കില്ലേ, അതുപോലെ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പോ റസൂല് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ. അവൻ ഞെട്ടിപ്പോയി. ആര് കൊണ്ടുവന്ന കലിമത്ത്. അപ്പൊ ചോദിച്ചതാണ് ഖുർആനിൽ എഴുതി വെച്ചത്. അള്ളാഹ് പറഞ്ഞത്, അവർ ചോദിച്ചു റസൂലയോട്, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഇത് ആരുടെ വാചകമാണ്? അബൂജഹൽ എന്ന് പറഞ്ഞ വാചകമാണ്. അജഅലൽ ആലിഹത ഇലാ, ഞങ്ങളുടെ ഈ ദൈവങ്ങളെ കൂടെ ഒറ്റ ദൈവമാക്കി കളഞ്ഞോ? ഞങ്ങൾ ഇവിടെ തികയാതെ നടക്കണം, എന്നെ അടുത്ത കണ്ടല്ലോ പുനഃപ്രതിഷ്ഠ നടത്താം എന്നാലോചിച്ച് നടക്കണം ഞങ്ങളോട്. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഞങ്ങളുടെ ഇലാഹുകളെയൊക്കെ നീ ഒറ്റ ഇലാഹാക്കിയോ? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇത് അത്ഭുതകരമായ കാര്യമാണല്ലോ, ഇതൊരു വല്ലാത്തൊരു അത്ഭുതമാണല്ലോ എന്നുണ്ട് അബൂജഹൽ തിരിഞ്ഞത് അന്നേരാണ്. അപ്പൊ ഈ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദുനിയാവ് നബിയോട് പറഞ്ഞു. നബിക്ക് അത് വിശ്വസിച്ചു. മക്കത്ത് നിന്ന് അടികൂടുമ്പോഴാണ് അത് വിശ്വസിച്ചത്. നബി ഇവിടുന്ന് അടി കിട്ടുമ്പോഴാണ് ഇതുകൊണ്ട് വിജയിക്കാന്ന് കണ്ടത്. മനസ്സിലായോ? നബി അത് ഇവിടുന്ന് അടിയും കിട്ടി 13 കൊല്ലം ഈ ഷേബ് അബി താലിബ് പട്ടിണിയും കിടന്നിട്ട് ഇവിടുന്ന് ഹിജറ പോകുന്ന സന്ദർഭത്തിൽ നബിയെ ഒരാൾ കൊന്നാൽ മുഹമ്മദിന്റെ തലയെടുത്താൽ 100 ഒട്ടകം എന്ന വാഗ്ദാനം ഒരു മില്ലിനേഴ്സ്, നമ്മുടെ നാട്ടിൽ മില്ലിനേഴ്സ് എന്നൊക്കെ പറയില്ല, അദാനി അംബാനി എന്നൊക്കെ പറഞ്ഞ പോലെ വമ്പൻ അംബാനിമാർക്കും അദാനിമാർക്ക് അന്നസെ ഈ 100 ഒട്ടകം ഉള്ളൂ. 100 ഒട്ടകം. ഇത് കേട്ടപ്പോ എല്ലാവരും അംബാനിയും അദാനിയാൻ കിട്ടിയ അവസരമാണ്. വളരെ എളുപ്പം മുഹമ്മദിനെ പനങ്ങട്ട് കൊയ്തു കൊടുക്കാം എന്ന് വിചാരിച്ച് ചാടി ഇറങ്ങിയ ആളുകൾ, അന്നത്തെ റൗഡികൾ എല്ലാവരും ഇറങ്ങിയിട്ട് നബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോവാണ്. തൗറൂരൊക്കെ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ. അങ്ങനെ പോകുന്ന സന്ദർഭത്തില് എന്താ സംഭവിച്ചത്? ഒരാൾ പുറകെ കൂടി, സുറാഖത്ത് ബിൻ മാലിക് എന്നതാണ്. സുറാഖത്ത് ബിൻ മാലിക് പുറകെ കൂടി കൊല്ലാൻ വേണ്ടി ആരെ? റസൂലുള്ളാഹിയെ. സുറാഖ നബിയെ കണ്ടു, അബൂബക്കർ കണ്ടു, നേർക്ക് നേരെ ചെന്നു. പക്ഷേ സുറാഖയുടെ കുതിര പരിഭ്രാന്തി കാണിച്ചു, അന്തരീക്ഷം മാറി. അദ്ദേഹം കുതിരപ്പുറം നിലത്തേക്ക് വീണു, ചാടിക്കേറി വീണ്ടും വീണു, പരിഭ്രാന്തനായി. അവസാനം നബിയുടെ അടുക്കലേക്ക് ഓടിച്ചു നിന്നിട്ട് മാപ്പ് പറഞ്ഞു. ആര്? അതിന് മാപ്പൊക്കെ പറഞ്ഞ് തിരിച്ചു വരികയാണ്. ഭയന്നിട്ട് വിറച്ചിട്ട് തിരിച്ചു വന്നപ്പോ ഞാൻ വിളിച്ചു, സുറാഖ ഇങ്ങോട്ട് വാ. അപ്പൊ സുറാഖ നബിയോട് ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്താണെന്നറിയോ? എനിക്കിപ്പോ മനസ്സിലായി, നീ തോറ്റുപോവല്ല, നീ മടങ്ങി വരും ഒരു കാലത്ത് മക്കയിലേക്ക് എന്റെ മനസ്സ് പറയാൻ. അന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ അനുയായി എന്റെ കൂട്ടും, അതോ എന്നെ കൊല്ലാമെന്നെ പേര് എന്നെ കൊല്ലോ? ആരോടെ ചോദിക്കണത്? എന്നെ കൂട്ടും നിങ്ങളുടെ കൂടെ ചോദിച്ച റസൂൽ പറഞ്ഞു, തീർച്ചയായും ഞാൻ കൂട്ടും നിങ്ങളെ. അപ്പൊ റസൂലൊക്കെ വഴി കിട്ടി. നബി പറഞ്ഞു, നബി ഒരു കാര്യം കൂടെ സുറാഖിനോട് പറഞ്ഞു. എന്ത്? സുറാഖ നിന്നെ എന്റെ കൂടെ കൂട്ടുന്നത് മാത്രമല്ല, എന്നോട് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഹിസ്രയെ നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. ആരോട്? ഹിസ്ര എന്ന് പറഞ്ഞാല് ഇന്നത്തെ അമേരിക്ക, റഷ്യ എന്നൊക്കെ പറഞ്ഞു അന്നത്തെ വൻ ശക്തികളാണ്. സുഹൃത്ത് റൂമൊക്കെ ഓതിയിട്ടില്ലേ? സുഹൃത്ത് റൂമൊക്കെ ഓതുമല്ലേ? പേർഷ്യക്കാര്, റോമക്കാരെന്നൊക്കെ പറയണ ആ കിസ്ര, അന്ന് പേർഷ്യ ഭരിക്കുന്ന രാജാവിന്റെ പേരാണ് കിസ്ര ബിൻ ഹുർമുസ് എന്ന് പറയുന്ന ആള്. ആ കിസ്രയെ നിനക്ക് അറിയുമെന്ന് ചോദിച്ചു. ആരോടെ ചോദിക്കണേ? അങ്ങാടിയിൽ മറ്റേ ഇപ്പൊ നമ്മളിപ്പോ വരുമ്പോ റോഡുമേ കച്ചവടക്കാരൻ കണ്ടിട്ടില്ലേ? ഉണിയൊക്കെ ഇട്ട് വിൽക്കുന്ന ആൾക്കാരെ കണ്ടല്ലോ. ഇതുപോലെ ഈ മക്കത്ത് കച്ചവടം ചെയ്ത് നടക്കുന്ന ആളായിരുന്നു ആര്? സുറാഖ. റോഡുമേ മാർക്കറ്റിൽ കൊണ്ട് തുണി വിരിച്ചിട്ട് സാധനങ്ങളൊക്കെ ഇട്ട് വിൽക്കുന്ന ആളാണ് ആര്? ഈ സുറാഖ. ഈ സുറാഖ കിസ്രയെ നിനക്കറിയോ? അറിയാം, പേർഷ്യയിലെ രാജാവല്ലേ. ആ പേർഷ്യയുടെ രാജാവിന്റെ അധികാരം അത് കാണിക്കാൻ വേണ്ടി അയാളൊരു തടവള ഇടും കയ്യില്. അത് രാജാക്കന്മാർക്ക് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ആ തടവള നിനക്കറിയോ? അറിയാം. അത് നിന്റെ കയ്യിലിടും സുറാഖ. ആരാ പറഞ്ഞത്? എപ്പോഴേ പറയണം? കൊല്ലാൻ പോകുമ്പോഴല്ലോ. ഈ പറയണ ആളല്ല. നമ്മളാണെങ്കിൽ പറയും എവിടെ ഇക്കട്ടും കിടക്കിയിട്ട് നാട് വിട്ട് പോവാണ്. തല പോലും ഉടലുണ്ടാവും എന്നുള്ള കാര്യം പേടിച്ചിട്ട് ഇവിടുന്ന് കെട്ടൊക്കെ എടുത്തിട്ട് കൂടെ പോക്കില് പറയണ കിസ്രയിലെ രാജാവിന്റെ തടവള ആരുടെ കയ്യില്? തിരിച്ചിന്റെ കയ്യില്. ഇയാൾക്ക് ചിരിക്കാതെ പറ്റുള്ളൂ. ആർക്ക്? സുറാഖക്ക്. അയാൾ പൊട്ടിച്ചിരിച്ച്, ആഹാ കിസ്രയുടെ തടവള എന്റെ കയ്യിലോ? അത് അയാൾ വണ്ടിക്ക് തിരിച്ചു കൊണ്ട് പോന്നു. നബി മദീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് പോയി. മക്കയും മദീനയും റസൂലുള്ളാഹിക്ക് കിട്ടി. മക്ക കിട്ടുന്നത് ഹിജ്റ 8-ാം വർഷത്തിലാണ്. മക്ക ഫത്ഹ് നടക്കുന്നത്. നബി മക്കയിലേക്ക് തിരിച്ചു വരുന്നത് അപ്പോഴാണ്. നമ്മളൊക്കെ വളരെ കൂളായിട്ട് വിസ എടുത്ത് വന്ന് കയറി പോവാണ്. ഇവിടെ ഓടി വരിക, കയറുക, വിസ അടിക്കും. മൂപ്പറ പാസ്പോർട്ട് അങ്ങനെ നടക്കുന്നത് കയറുന്നതാണ്. അടുത്ത റെഡിയാക്കണം, സ്റ്റാമ്പ് ചെയ്യാൻ. ഓടി വരിക, പോവാ വരിക, ഇങ്ങനെ തന്നെ.
പക്ഷെ അന്ന് റസൂലൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഏതുവരെ? ഇതില് ഹിജറ 8-ാം വർഷം വരെ കാത്തിരുന്ന റസൂല് മക്കത്തേക്കൊന്ന് വരാനേ, നാട്ടിലേക്കൊന്ന് വരാൻ. അങ്ങനെ ഹിജറ 8-ാം വർഷത്തിൽ റസൂൽ മദീനയിലെത്തി കഴിഞ്ഞപ്പോ മക്കയുമായി മദീനയുമായി, മദീന ഇല്ലാത്ത രാജ്യം, ഒരിക്കലും പ്രതീക്ഷയില്ലാത്തൊരു രാജ്യമായി മക്കയുമായി കഴിഞ്ഞപ്പോ റസൂലുള്ള ഇവിടെ വന്നിട്ടൊരു ദുആ നടത്തി. എന്താ ദുആ എന്നറിയോ? അല്ലാഹുവേ, നീ എനിക്ക് മക്ക തന്നു, പിന്നെ ഇപ്പൊ മദീനയും തന്നു, രണ്ട് രാജ്യം. എന്റെ സ്വഹാബത്തിന് നീ റോമും കൊടുക്കണം, എവിടെ കൊടുക്കണം എന്നാ? അന്നത്തെ ഏറ്റവും വൻ രാജ്യങ്ങളെ രാഷ്ട്രമാണ് ഇപ്പോഴും റോമാന്ന് പറഞ്ഞാല്. ഫലസ്തീനെ എത്ര അറിയില്ലേ? റോമിന്റെ സംസ്കൃതികളും സംസ്കാരങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ കാണാൻ. അപ്പൊ ഈ റോമും കൊടുക്കണം, പേർഷ്യയും കൊടുക്കണം. ആർക്ക്? ബിലാലിന്, അമ്മാറിന്, യാസറിന്, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഫാറൂഖിന്, ഉസ്മാൻ അഫ്ഫാന്. ഇവിടെ വന്നപ്പോ യൂതന്മാർക്ക് ഇങ്ങനെ കേൾക്കല്ലേ, മുനാഫിക്കങ്ങളും കേൾക്കല്ലേ. ഇയാള് എന്തായി പറയണേ, എന്തായി ചോദിക്കുന്നത്? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പൊ നൗഷാദ് മൗലവി അമേരിക്കയുടെ പ്രസിഡന്റ് ആക്കണ നമ്മളിങ്ങനെ ദുആ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് ചിരിച്ചെത്താം. ഇതാണ് അന്നത്തെ അവസ്ഥ. അന്നത്തെ അമേരിക്ക, റഷ്യ പോലെയുള്ള വൻ രാഷ്ട്രമാണ് റോമയും പേർഷ്യ. അത് ആർക്ക് കൊടുക്കണത് ഈ പറയണത്? ബിലാലിനും അമ്മാറിനും യാസിറിനും മുആദ് ഇബ്നു ജബലിനും ഒക്കെ കൊടുക്കണം. ആരാ ദുആ ചെയ്യണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോ മുനാഫിക്കുകള്, അതുപോലെ തന്നെ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജൂതന്മാരൊക്കെ ഇയാൾക്ക് തലക്ക് തിരിപോയോ, തിരക്ക് കൂടി കിട്ടിയപ്പോ എന്താണ് മക്കയും അതിനകത്ത് നാട്ടുരാജ്യല്ലേ, അവിടെ കിട്ടും, ഇവിടെ കിട്ടുന്ന പോലാണ് റോമയും പേർഷ്യയൊക്കെ. അതോടെ തന്നെ വഹിയുണ്ട് ഒരു ദുആ അങ്ങോട്ട് പഠിപ്പിച്ചു. ആർക്ക്? നബിക്കും സ്വഹാബത്തിനും. ഇതങ്ങോട്ട് ചോദ്യം, ഈ ദുആ അങ്ങോട്ട് നടത്തിക്കോ, റോമും തരും, ഏതാണ് ആ ദുആ? എന്റെ പടച്ചോനെ, ഞാൻ ഇരുന്നിട്ട് ചായ കൊടുക്കുക. ആരുണ്ടാ? ഒരു സാലുംറാലുണ്ടാ? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ. ഈമാനത്. നമ്മുടെ മോദി പ്രസിഡന്റ് ആവോ, പ്രധാനമന്ത്രി പേടിച്ചിട്ട് ആകെ ഭയപ്പെട്ടോക്കാണ്. നമ്മുടെ കയ്യിൽ വലിയ ആയുധം അല്ലാഹു തന്നത്. നിങ്ങൾ ചോദിച്ചോ, അല്ലാഹുമ്മ, അല്ലാഹുവേ, മാലിക്കൽ മുൽക്ക്, സർവ്വരാജാക്കന്മാരുടെ മേൽ അധികാരമുള്ള, അവരുടെ മുഴുവനും മാലിക്കായ, രാജാക്കന്മാരുടെ രാജാവായ അല്ലാഹുവേ, തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം നീയാണ് കൊടുക്കുന്നത്. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം എടുത്തു കളയുന്നവനും നീ തന്നെയാണ്. വതുഇസ്സു മൻ തശാ, ആളുകളെ ഇസ്സത്തുള്ള ആളുകൾ പ്രതാപികളാക്കുന്നത് നീയാണ്. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ നീയാണ് നിന്നിലാക്കുന്നത്. ബിയദിക്കൽ ഖൈർ, സർവ്വ നന്മകളും നിന്റെ പക്കലാണ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. നബിയും സഹാബത്തും ദുആ ചെയ്തു. ആയത്ത് സുബൂത്താക്കി സീൽ ചെയ്ത്, കാര്യം ഇനി ലോകാവസാനം വരെ ഈ ആയത്ത് ഇവിടുന്ന് പോകരുത്, ഈ പ്രാർത്ഥന പോകരുത്. ഖുർആൻ അത് സീൽ ചെയ്ത് അവിടെ വെച്ച് വന്നു. സംരക്ഷിക്കുക, അള്ളാഹ് സംരക്ഷിക്കാന്നുള്ള ആ ഉറപ്പോടെ ആയത്ത് അള്ളാഹ് ഇറക്കി. നബിയും സഹാബത്തും അള്ളാഹിനോട് തേടി. അബൂബക്കർ സിദ്ദീഖ് എത്ര കൊല്ലം നാട് ഭരിച്ചു? 2.5 വർഷം. കോപ്പ് കൊടുത്തു. ആർക്ക്? പേർസ് കൊടുത്തു. ആർക്ക്? എന്താ മിണ്ടാത്തത്? അബൂബക്കർ സിദ്ദീഖിന്. അബൂബക്കർ സിദ്ദീഖ് അള്ളാന്റെ ഭരണകാലഘട്ടത്തിലാണ് പേർഷ്യയും റോമും എന്തെടുക്കുന്നത്, മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്. ഉമർ റളിയല്ലാഹുവിന്റെ കാലമായി കഴിഞ്ഞപ്പോ ഔദ്യോഗികമായി രേഖയിൽ വന്നു. ഫലസ്തീനയുടെ ഒപ്പമുള്ള ലബനാൻ, ഫലസ്തീൻ, ജോർദാൻ ഒക്കെ പറയുന്നില്ലേ, ചരിത്രമൊക്കെ വായിക്കണില്ലേ, പശ്ചിമേഷ്യൻ ചരിത്രമൊക്കെ പറയണില്ലേ, ആ നാട് മുഴുവൻ യർമൂക്ക് വഴി പോയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു വിട്ട സൈന്യമാണ് കടന്ന് നേരെ പോയി ലബനാൻ വഴി കറങ്ങി ഫലസ്തീനിലൊക്കെ പോയി കറങ്ങി വന്ന് വിജയിച്ചത്. ആരുടെ കാലത്ത്? അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്. എന്നുവെച്ചാൽ റസൂൽ വഫാത്തായി 2.5 കൊല്ലം കൊണ്ട് ഇതൊക്കെ കഴിഞ്ഞ്, ഇത് മുഴുവനും കഴിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു നാട് ഭരിക്കുമ്പോ പേർഷ്യൻ രാജാവ് കിസ്റ വിട്ട് നാട് വിട്ട് ഓടിയിട്ട് അവിടുത്തെ കൊട്ടാരത്തിൽ നിന്നുള്ള അവിടുത്തെ വിലപിടിപ്പുള്ള സർവ്വസംഗതികൾ, അവിടുത്തെ കോട്ട്, സൂട്ട്, സർവ്വസംഗതികളും എല്ലാം അവിടുന്ന് ആളുകൾ കൊടുത്തുവിടാം. എങ്ങോട്ട്? മദീനയിലേക്ക്. അതിങ്ങനെ കൊണ്ടുവന്നിട്ട് രത്നങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിടാണ് മദീനയിൽ. അപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നമ്മുടെ കൂടെയുള്ളവർ എത്ര സത്യസന്ധരാ. ഇത് 2 എടുത്ത് പോക്കറ്റിട്ടാ മതി. ആർക്ക്? ഈ പടക്ക് പോയിട്ട് 2 എടുത്ത് പോക്കറ്റിട്ടാൽ
അത്ര സമ്പന്നനായി മാറും. അത്ര വിലപിടിപ്പുള്ള മുത്തുകളും രക്തങ്ങളും ഒക്കെ നേരെ മദീനത്തേക്ക് കൊടുത്തുവിടാണ്. അപ്പൊ അലി ഇബ്നു അബീ ത്വാലിബ് എന്ന് പറയണ്ടേ, ഏറ്റവും നീതിമാനായ ഒരു ഭരണാധികാരി ഉള്ളപ്പോ അവരുടെ കീഴിലുള്ളവരും അങ്ങനെ ആയിരിക്കും. നല്ലൊരു ഭരണാധികാരിയുടെ കീഴിലുള്ളവരും സത്യസന്ധരായിരിക്കും. അതുകൊണ്ട് തന്നെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എന്തറിയോ, ഈ കൊണ്ടുവന്ന ഇസ്രയുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കി ഇങ്ങനെ പോയി ഓരോരുത്തർ കൊടുക്കാണ്. അത് കോട്ടൊക്കെ എടുത്തിട്ട് കുട്ടികളെ കൊടുത്ത് മദീനത്ത് വാടാന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും കോട്ടൊക്കെ ഇട്ട് കൊടുക്കാണ്. ആരുടെ കോട്ട്? ഈ കുത്തുകളും പഴങ്ങളൊക്കെ പതിപ്പിച്ച കോട്ടൊക്കെ കുട്ടിയുടെ എന്തരത്തിൽ വടി കുത്തിയിട്ട് ഇങ്ങനെ ഓടി നടക്കണം. ഇതും കുത്തി പിടിച്ചിട്ട് ഇതൊക്കെ ഇതിന്റെ വില ഒന്നും അറിയില്ലല്ലോ. അതുങ്ങൾ വടിയിൽ കുത്തിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ആരോടാണ്? മദീനയുടെ കുട്ടികൾ ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. അങ്ങനെ തപ്പി വരുമ്പോഴാണ് വള. ആരുടെ വള? രാജാവിന്റെ അധികാരത്തിന്റെ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ അയ്യന സുറാഖ, എവിടെ സുറാഖ? ആൾക്കാർ പരക്കാൻ പറഞ്ഞ് മൂപ്പര് മാർക്കറ്റ് നിൽക്കുകയാണ്. എവിടെ? ഞാൻ ചരിത്രം അങ്ങനെ തന്നെ പറഞ്ഞത്. ഞാനിപ്പോ ഈ റോഡുമേ തൊണി പിടിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാൻ വെറുതെ പറഞ്ഞതല്ല, ചരിത്രം അങ്ങനെ തന്നെയാണ്. അദ്ദേഹം മാർക്കറ്റിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തോ സാധനം വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓടിച്ചത് ഉമർ വിളിക്കുന്നുണ്ട്. എവിടെ? അവിടെ വിളിക്കുന്നുണ്ട്. അവിടെ ഭയങ്കര ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. നേരെ ഓടി വന്നു സുറാഖ. വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ആ വളയെടുത്ത് കയ്യിലേക്ക് ഇട്ടു. ആരുടെ കയ്യിലേക്ക്? സുറാഖ അവിടുന്ന് കരഞ്ഞു. ഇത് അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ സ്തുതി പറഞ്ഞു. അള്ളാഹുവെ, ഈ നാട്ടിലെ ഒരു പാവപ്പെട്ടവനായ ഈ സുറാഖ, ആ സുറാഖയുടെ കയ്യില് ഹുർമുസിന്റെ മകനായ കിസ്റയുടെ കടമട ധരിപ്പിച്ചു തന്ന അള്ളാഹുവെ, നിനക്കാവുന്ന സർവസ്വം. അപ്പോ നബി വെറുതെ പറഞ്ഞാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്? ഹൃദയത്തിൽ ആരെ കൊണ്ടുപോവാ? അള്ളാഹുവിനെ തൗഹീദിനെ കൽബിൽ കൊണ്ടുപോവാ. നിങ്ങൾക്ക് അല്ലാഹു തരും. എവിടെ? നബിക്ക് മാത്രമല്ല, മുഹമ്മദ് റസൂലുള്ളാഹിക്ക് മാത്രമല്ല, നമ്മൾ ഈ സൗദി അറേബ്യയുടെ ചരിത്രം പരിശോധിച്ചാലും എവിടുന്ന ഇങ്ങനെ അവർക്ക് കിട്ടി? സൗദി അറേബ്യയുടെ ചരിത്രങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇവിടെ നിന്ന് ഭരിക്കുന്ന ആളുകൾ എവിടെ ജീവിച്ചെന്നറിയോ? ഇതിനപ്പുറം ഒരു പ്രദേശമുണ്ട്. ഇത് ഹിജാസ് എന്ന ഈ നാടിന്റെ പേര്. ഇതിനപ്പുറം ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തിന്റെ പേര് നജിദ് എന്നാണ്. നജിദിൽ ജീവിച്ച മനുഷ്യന്മാരെ അവരുടെ ചരിത്രം അറിയോ? അതായത് നമ്മുടെ നാട്ടിലെ ആദിവാസികൾ എന്ന് പറയുന്നത് എന്നുവെച്ചാല് ഗ്രാമീണരായി ജീവിക്കുന്ന പുറം ലോകം അറിയാത്ത ആളുകളായി നജിദിൽ കഴിഞ്ഞ ആളുകളാണ്. മനസ്സിലായോ? ആ സ്ഥലത്തിന് പ്രത്യേകിച്ച് നാട്ടുരാജ്യങ്ങൾ, ചെറിയ നമ്മുടെ നാട്ടിലിപ്പോ കൊച്ചി രാജാവ്, അതുപോലെ തന്നെ അപ്പുറത്ത് തൃപ്പൂണിത്തുറ രാജാവ്, തിരുവിതാംകൂർ രാജാവ്, സാമൂതിരി രാജാവ് എന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ? കോഴിക്കോട് ഭരിക്കുന്ന ആളാണ്. മനസ്സിലായോ? കൊച്ചി രാജാവ് എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറക്ക് അധികാരമില്ല. തൃപ്പൂണിത്തുറ എന്ന് വെച്ചാൽ അറിയോ? ആളോ അറിയുന്ന ആൾക്കാർക്ക് അറിയാം. രണ്ട് പ്രദേശം. ഇവിടുത്തെ ഒരു കള്ളൻ നേരെ തൃപ്പൂണിത്തുറക്ക് വണ്ടി കയറിയാല് അയാളുടെ ഷോട്ട് രാജ്യം പറയുന്നത്. മനസ്സിലായില്ലേ? ഈ കൊച്ചിയും തിരുവിതാംകൂറും ഈ തൃപ്പൂണിത്തുറയും ഈ കോഴിക്കോടൊക്കെ ഓരോരോ രാജ്യങ്ങളായിരുന്നു. അവിടെ കൊച്ചി രാജാവ്. ഇതുപോലെ ജീവിച്ച ആൾക്കാരാണ് ആര്? അവിടെ ഒരാൾ വന്നു, ഒരു പണ്ഡിതൻ മുഹമ്മദ് അബ്ദുൽ വഹാബ് വന്നു. അവിടെ ഇരുന്ന് അദ്ദേഹം ദർസ് നടത്തി, ഖുർആൻ ഓതി. ഖുർആൻ എടുത്തിട്ട് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അതിന്റെ പേര് അയാൾ പലയിടത്തും ഓടിച്ചു. പല നാടും കഴിഞ്ഞ് അവസാനം വന്നു അദ്ദേഹം ഈ പ്രദേശത്ത് വന്ന് ഖുർആൻ ഇങ്ങനെ ഓതി പഠിപ്പിക്കുമ്പോ അവിടുത്തെ നാട്ടുരാജാവിന്റെ ഭാര്യയും ഈ രാജാവിന്റെ അടിയാക്കയും രണ്ടുപേരും ഖുർആൻ ക്ലാസ്സിൽ വരും. ആരുടെ? ഈ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ഖുർആൻ ക്ലാസ്സിന് വന്നിരിക്കും. അപ്പോ ഭാര്യയും നന്നായിട്ട് ഖുർആൻ പഠിക്കും, അടിയാക്കായും പഠിക്കും. അങ്ങനെ ഈ ഭാര്യ ഒരു ദിവസം ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു, ഇവിടെ ഒരു ഉസ്താദ് വന്നിട്ടുണ്ട്. എവിടെ? നമ്മുടെ കൊട്ടാരത്തിലെടുക്ക മൂപ്പര് എല്ലാ ദിവസവും ഖുർആൻ ക്ലാസ് ഉണ്ട്, നിങ്ങൾ പോകാറുണ്ട്. നമുക്ക് വല്ലാത്ത ഖുർആൻ പഠിക്കാനോ മനസ്സിലാക്കാനോ അവസരമാണ്. അപ്പൊ ഈ രാജാവ് പറഞ്ഞു, ഇയാളെ ഇങ്ങോട്ട് വിളിക്കാം. ഭാര്യ പറഞ്ഞു, അത് പറ്റില്ലാന്ന്. ഇങ്ങോട്ട് വിളി. നിങ്ങളാരാ? നിങ്ങൾ രാജാവ്. അതാരാ? പശുപത്തിന് മൊയിലേര്. ഭാര്യ വിവരമുള്ള ആളായതുകൊണ്ട് പറഞ്ഞു, അത് പറ്റില്ല, നിങ്ങൾ രാജാവായിരിക്കും, പക്ഷെ അത് പണ്ഡിതനാണ്, അയാളെ ഇങ്ങോട്ടല്ല നിങ്ങൾ അങ്ങോട്ടായാലുണ്ട്. എന്റെ രാജാവ് ഒരു സ്ഥിതി എന്നപ്പോ അതേ ശുദ്ധ തൊയ്ത് പറഞ്ഞു കൊടുത്തു. അന്ന് ഈ ശില്പവും അവിടെ ഒരു പനവൊക്കെ ഉണ്ടായിരുന്നു. ഗർഭം സ്ത്രീകളെ പോയി കെട്ടിപ്പിടിക്കണം. ആരെ? ഗർഭം ധരിക്കുക, പനയെ കെട്ടിപ്പിടിക്കണമായിരുന്നു. അങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ അറവാടിയ സ്ഥലമാണ്. അവിടെയാണ് ഈ പണ്ഡിതൻ ചെന്നിട്ട് രാജാവിനോട് തൗഹീദിനെ പറ്റി പറയും. അപ്പോ ഇതൊക്കെ കേട്ട് തൗഹീദ് കേട്ട് തരിച്ചിരിക്കണം ആര്? രാജാവ് പറഞ്ഞു, സംഗതിയൊക്കെ കൊള്ളാം, നിങ്ങൾ ഉച്ചാറ ഉസ്താദൊക്കെയാണ്, പക്ഷേ നിങ്ങൾ വന്ന് ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ നികുതി പിടിച്ചിട്ടാ ഞാൻ അട്ടി കഴിഞ്ഞു പോണേ, ടാക്സ് ഒക്കെ വാങ്ങിയിട്ടാണ് ഞാനിത് ഇങ്ങനെ കൊണ്ടുപോണേ. അവസാനം നിങ്ങളിങ്ങോട്ട് മൂത്തിട്ട് നിങ്ങൾ ഇവിടുന്ന് ടാക്സ് വാങ്ങരുതൊക്കെ 10 പറഞ്ഞാല്
അത് പ്രശ്നം. അപ്പൊ ഈ ഒരു മൂലമാര് ഭയങ്കര ഈ 10 പറയില്ല ഈ ഉസ്താവന്മാർ ഇങ്ങനെ അതിനൊക്കെ അത് പറ്റില്ല ഇത് പറ്റില്ല പറ്റില്ല ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടാക്സ് നികുതിയൊക്കെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ആ പ്രശ്നമാവും. അപ്പൊ മുഹമ്മദ് അബ്ദുൽ വഹാബ് പറഞ്ഞു, നിങ്ങൾ ഈ തൊഴിലോട്ട് ഇറങ്ങിയാൽ നിങ്ങൾക്ക് ടാക്സിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഈ ടാക്സ് പിരിച്ചിട്ട് ജനങ്ങളെ പോറ്റേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. അള്ളാഹ് അതിനും വെറുതെ തരും. ഇത് ചുറ്റും നിങ്ങൾക്കുള്ള തരും. അങ്ങനെയാണ് അവർ രണ്ടുപേരും കൂടി തൗഹീദ് ഇറങ്ങി തൗഹീദിന്റെ മാർഗത്തിൽ ഇറങ്ങുന്നത്. അള്ളാഹ് കൊടുത്തത് ആ രാജാവിന്, ആ രാജാവിന്റെ മക്കൾക്ക് അള്ളാഹ് കൊടുത്തത് എന്താ കൊടുത്തത്? മക്കയും ഒരു ഉടൻ തന്നെ പേര് മാറ്റി, മരിക്കുന്നത് മാറ്റി ഖാദിം എന്നാണ്. ഖാദിമു അൽ ഹറമൈൻ അശ്ശരീഫൈൻ, 2 ഹറമുകളെ പരിപാലിക്കുന്ന 2 ഹറമുകളുടെ സേവകർ. രാജാവിന്റെ പേര് മാറ്റി, മലിക്ക് എന്നൊക്കെ മാറ്റി, അല്ലെങ്കിൽ മാലിക് എന്നത് മാറ്റിയിട്ട് എന്താക്കി? ഖാദിം. ലോകത്തെ ഏറ്റവും വലിയ രാജാക്കന്മാരായ ആരും മാറി? ഈ ഖാദിമീങ്ങൾ മാറി. മസ്ജിദുൽ ഹറം പരിപാലിക്കാൻ ലോകത്തെല്ലാവരും ആഗ്രഹിക്കാൻ, ഓരോ രാജ്യങ്ങളും ഉപദിക്കാൻ ഇതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംഘത്തിന്റെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു. ലോകം മുഴുവൻ ഇസ്ലാം എത്തിക്കാൻ, ലോകം മുഴുവൻ ഖുർആൻ എത്തിക്കാൻ, ലോകം മുഴുവൻ ദീനിന്റെ സന്ദേശം എത്തിക്കാൻ, ഈ പരിശുദ്ധമായ മുസ്ലിങ്ങളുടെ കേന്ദ്രമായ മക്കയും മദീനയും പരിപാലിക്കാൻ എന്തായിരുന്നു അവർക്കുണ്ടായിരുന്ന? ആ സമയത്ത് തുർക്കിന്റെ കീഴിലായിരുന്നു. ആ സമയത്ത് തുർക്കികളുടെ കീഴിലാണ്. അത് വേറെ ചരിത്രം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ ചരിത്രങ്ങളിലേക്ക് നമ്മൾ ഇൻഷാ അല്ലാഹ് പോകേണ്ടി വരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗഹീദിലേക്ക് ഒരു നാട്ടുരാജാവും ഒരു ഉസ്താദും കൂടെ ഇറങ്ങിയപ്പോ അത് കൊടുത്തെന്താ മനസ്സിലാണെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഒരുപാടുണ്ട്. ഈ സൗദി അറേബ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള ഈ നജിദിന്റെ ചരിത്രത്തെ പറ്റി ഇംഗ്ലീഷുകാർ എഴുതിയ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അന്ന് അവരുടെ അവസ്ഥ എന്താണെന്നുള്ള വിശദീകരിക്കുന്ന. അപ്പോ ഒന്നുമില്ലാത്ത ആളുകൾ തൗഹീദുമായി ഇറങ്ങിയപ്പോ അള്ളാഹ് കൊടുത്തതാണെന്ത്? ഈ സൗദി അറേബ്യ ഒരു കുടുംബത്തിന് അള്ളാഹ് കൊടുത്ത കുടുംബത്തിന്റെ പ്രത്യേകത എന്തായി? എന്തായിരുന്നു? തൗഹീദ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ രക്ഷയാണ്. അതിന് ഒരുപാട് ദൃഷ്ട ഈ മക്ക അതിന് തെളിവ്. നിങ്ങൾ നടക്കുന്ന ഓരോ കാലടികളും നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് തൗഹീദിനും. അതുകൊണ്ട് അത് പൂർണ്ണമായി ഉൾക്കൊണ്ട് തൗഹീദിന്റെ വാഹകരായി ജീവിച്ച് അതിനുവേണ്ടി മരിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മഖബൂലായ മബ്റൂറായ അല്ലാഹുവിനെ സമർപ്പിക്കുന്ന ഏറ്റവും തഹിയ്യത്തായ ഒരു അല്ലാഹുവിന് കൊടുക്കുന്ന ഒരു തിരുമുൽക്കാഴ്ചയായി, അതുപോലെ തന്നെ അള്ളാഹുവിന് കൊടുക്കുന്ന ഏറ്റവും തയ്യിബായതായ ഒരു അമലായി അള്ളാഹു നമ്മുടെ ഈ ഹജ്ജിനെയും ആ ഉംറയെയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മറ്റ് ഇതര അമാലുകളെയും കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ദുആയിൽ നീ നിർബന്ധമാണ്. ഇപ്പൊ 2 ക്ലാസ്സായി. നിങ്ങളെ സംബന്ധിച്ച് ദുആ ചെയ്യല് വാജിബായി. അപ്പൊ നിങ്ങൾ ഇൻഷാ അല്ലാഹ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എന്റെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ആളുകൾ, നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന പണ്ഡിതന്മാർ, അവർക്ക് വേണ്ടി എല്ലാവർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരുമാറാകട്ടെ. ആമീൻ.